നെല്ലിമൂട് എന്ന് പറഞ്ഞ നെല്ലിമൂട്ടിൽ പടി എന്ന് പറഞ്ഞൊരു സ്ഥലം അടൂരിൻ്റെ അടുത്തുണ്ട്. 8 വീട്ടിൽ പിള്ളമാരെ ഭയപ്പെട്ട് മാർത്താണ്ഡവർമ്മ ആ മേഖലയിലേക്ക് ഓടിപ്പോകുന്ന സമയം ഒരു വഴിയോരത്ത് കണ്ട വീടിൻ്റെ ഓരത്തോട്ട് കയറി നിന്ന സമയം ചാറ്റമഴ പെയ്യുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഒരമ്മച്ചി ചാടി ഇറങ്ങി വന്ന് പൊട്ടിത്തെറിച്ച് ക്ഷിപ്രകോപത്തോടെ, വഴിയേ പോകുന്നവനെല്ലാം കയറിച്ചാരാനുള്ള സ്ഥലമല്ലടാ ഇവിടം, ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞ് ആട്ടി ഇറക്കുമ്പോൾ അങ്ങേപ്പുറത്തെ വീടിൻ്റെ ഓരത്തോട്ട് ഈ പയ്യൻ കയറി നിന്നു. ആ അമ്മച്ചി പുറത്തോട്ടിറങ്ങി വരുമ്പോൾ സന്ധ്യ മയങ്ങുമ്പോൾ ചാറ്റമഴ പെയ്യുമ്പോൾ ഒരു ഉണ്ണി അവിടെ നിൽക്കുന്നത് കാഴ്ച കണ്ടുകൊണ്ട്, എന്തിനാ ഉണ്ണി ഇവിടെ നിൽക്കുന്നത്, മഴ നനയുമല്ലോ, അകത്തോട്ട് കയറിയിരിക്കുക എന്ന് പറഞ്ഞ് ഓലത്തടുക്കെടുത്തിട്ട് കൊടുത്ത് തൻ്റെ മക്കളോടൊപ്പം ഇരിക്കാൻ അവസരം നൽകി. വൈകിട്ട് ഭക്ഷണം കഴിക്കാനെടുത്ത സമയം ഉപ്പുമാങ്ങായും കഞ്ഞിയും ചേർത്ത് കഞ്ഞികുടിച്ചട്ടിയിൽ ഒരുമിച്ച് വിളമ്പി. അങ്ങേപ്പുറത്തെ അമ്മച്ചി പറഞ്ഞു, എങ്ങാണ്ടൂടെ വന്ന ഒരുത്തനെ കയറ്റി വെച്ചിട്ടുണ്ട്, അവൾക്ക് എന്ത് ഭവിക്കാനാണെന്നറിയില്ലെന്നൊക്കെ. എങ്കിലും അന്ന് രാത്രി കിടക്കാൻ ഒരു ക്രമീകരണവും ചെയ്തു. രാവിലെ ഉണർന്നപ്പോൾ ആ പയ്യനെ അവിടെ കണ്ടില്ല. വർഷങ്ങൾ മുൻപോട്ട് നീങ്ങി. തിരുവനന്തപുരത്തുള്ള കൊട്ടാരത്തിൻ്റെ അതിപ്രധാനപ്പെട്ട പൂജാസന്ദർഭത്തിൽ അടൂരിലേക്ക് ഒരു പല്ലക്കും അനുബന്ധ സംവിധാനങ്ങളും അയച്ച് തന്നെ അന്ന് ആട്ടിയിറക്കിയ അമ്മച്ചിയുടെ വീട് ഇടിച്ചു പൊളിച്ച് തൊട്ടപ്പുറത്തുള്ള നെല്ലിമൂട്ടിലെ അമ്മച്ചിയെ പല്ലക്കിൽ കയറ്റിയിരുത്തി ആ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്ന് ജനപ്രതിനിധികളുടെ മുൻപിൽ കെട്ടിപ്പിടിച്ച് ചുംബനം ചെയ്ത്, എൻ്റെ ജീവനും മരണത്തിനുമിടയിൽ ഞാൻ പോരാടിയ സമയം എന്നെ കരുതിയ എൻ്റെ നെല്ലിമൂട്ടിലമ്മച്ചി എന്ന് പറഞ്ഞ് ഇവിടെ ഒരു രാജാവ് ആദരിച്ചെങ്കിൽ കോടിക്കണക്കിന് വിശുദ്ധന്മാരുടെ നിരയിൽ പ്രതിഫലം വിഭജിക്കുന്ന ദിവസം ഈ അധ്വാനത്തിന് നിത്യതയിൽ പ്രതിഫലമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമുയർത്തിക്കൊണ്ട് പറയണം, ഈ ക്ഷണികമായ ആയുസ്സിൽ നിത്യതയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ സ്വർഗത്തിൻ്റെ ദിവസം പ്രതിഫലിക്കുന്ന ഒരു ദിവസം വരുന്നു. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ഇവിടെ ഒരു ആത്മീയ പോരാട്ടം നടക്കുകയാണ്. ഇത് മതത്തിനെതിരായിട്ടോ സംഘടനകൾക്കെതിരായിട്ടോ നടത്തുന്ന യുദ്ധമല്ല. യേശുവിൻ്റെ ചോര കൊണ്ട് കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ സാത്താനോടും അവൻ്റെ സംഘത്തോടും നടത്തുന്ന പോരാട്ടമാണ് സുവിശേഷ പ്രസംഗം. ഈ യുദ്ധം ഇന്ന് രാത്രി ഇവിടെ ജയിക്കണമെങ്കിൽ ആരാധന ഇന്ന് രാത്രി ഇവിടെ ഉയരണം. ഏലിയാവിൻ്റെ യാഗപീഠത്തിൻ്റെ ഭംഗിയല്ല, അവിടെ കീറിയടുക്കിയ ഇറച്ചിത്തുണ്ടുകളുടെ സൗന്ദര്യമല്ല, അവിടെ ഇറങ്ങിയ തീയുടെ മുൻപിലാണ് ബാലിൻ്റെ ശക്തികൾ മുഴങ്കാൽ മടക്കിയതെങ്കിൽ ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന ദൈവദാസൻ്റെ വാക്ചാതുര്യത്തിലല്ല, പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ ഹൃദയത്തിൻ്റെ യാഗപീഠത്തിൽ സ്വർഗത്തിൻ്റെ തീ ഇറങ്ങാൻ ഏൽപ്പിച്ചു കൊടുത്താൽ പാതാള ശക്തികൾ ഇവിടെ മുഴങ്കാൽ മടക്കുന്ന രാത്രിയായിരിക്കും. ദൈവപ്രവൃത്തി ഇവിടെ വെളിപ്പെടുന്ന രാത്രിയായിരിക്കും. ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ ശക്തമായി പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഇന്ന് രാത്രി കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ ഓർക്കുക, 2024 ഈ ഫെബ്രുവരി മാസം കാണാൻ ദൈവം നമ്മുടെ കരങ്ങൾക്ക് കരുത്ത് പകർന്നത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് എന്ന് ബോധ്യമുള്ള എത്ര പ്രിയപ്പെട്ടവരിവിടെയുണ്ട്. കർത്താവിന് സ്തോത്രം. കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് പുറകിൽ ഉള്ളിൽ എത്രയോ പേർ ഈ മണ്ണിലേക്ക് മടക്കയാത്ര നടത്തിയപ്പോൾ നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, നമ്മുടെ കാലിനെ ഇടർച്ചയിൽ നിന്നും, നമ്മുടെ ജീവനെ മരണത്തിൽ നിന്നും സൂക്ഷിച്ച് ആരോഗ്യത്തോടെ കോവിഡിൻ്റെ ദുരന്തങ്ങളൊക്കെ കഴിഞ്ഞ് ഇത്രയും അടുത്തിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ആയുസ്സും ആരോഗ്യവും ഭാഗ്യവും പദവിയും നൽകിയ ദൈവത്തിൻ്റെ കരുതലോർത്ത് കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ എത്രത്തോളം ശബ്ദമുയർത്താമോ അത്രത്തോളം ശബ്ദമുയർത്തി ഈ ഗ്രൗണ്ടിൽ ശക്തിയോടെ കർത്താവിന് മഹത്വമർപ്പിക്കുന്ന രാത്രിയാകണം. ആ വേദപുസ്തകം കരങ്ങളിലൊന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താമോ? എല്ലാവരുടെയും കരങ്ങളിൽ ആ പുസ്തകം ഒന്ന് ഉയർന്നിരിക്കട്ടെ. എത്രയും ഉയർത്തിപ്പിടിക്കാമോ അത്രത്തോളം ഉയർത്തിപ്പിടിച്ച് തിരുവചനത്തിനായി ഞാൻ ദൈവത്തിന് മഹത്വമർപ്പിക്കുന്നു എന്ന് ഈ രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ശിരസുന്നമിപ്പിച്ച് പറയാൻ തൻ്റെ ഇടമുള്ള ദൈവമക്കൾ കരങ്ങളിൽ പുസ്തകം ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. ലോകത്തിൽ എത്രയോ മതഗ്രന്ഥങ്ങളുണ്ട്. ബുദ്ധമതഗ്രന്ഥം, ജൈന മതഗ്രന്ഥം, പാഴ്സി മതഗ്രന്ഥം, സിഖ് മതഗ്രന്ഥം, ഇസ്ലാം മതഗ്രന്ഥം. എല്ലാ മതസ്ഥരും അവരവരുടെ മതഗ്രന്ഥങ്ങൾ
ഗ്രന്ഥങ്ങൾ അതുല്യമെന്ന്, വൈശിഷ്ട്യം നിറഞ്ഞതെന്ന്, സത്യസന്ധമെന്ന്, ഈശ്വരാസ്തിക്യത്തിൻ്റെ പ്രഖ്യാപിത രേഖകളെന്ന് തെളിയിപ്പാൻ അശ്രാന്ത പരിശ്രമം നടത്തുമ്പോൾ നമ്മുടെ വിശ്വാസ പ്രമാണത്തിന് ആധാരമായ ഈ പരിശുദ്ധ തിരുവെഴുത്തിൻ്റെ പരമ ഉത്കൃഷ്ടത, ഇതിൻ്റെ പവിത്രത, ഇതിൻ്റെ വൈശിഷ്ട്യം, ഇതിൻ്റെ സത്യസന്ധത, ഇതിൻ്റെ തെറ്റിക്കൂടായ്മ, ഇതിൻ്റെ ദിവ്യത്വം, ഇതിൻ്റെ അപ്രമാദിത്വം എവിടെയാണ് ഉള്ളടക്കം ചെയ്തിരിക്കുന്നത്? സത്യവും സങ്കല്പവും സമ്മിശ്രമാക്കി സമ്മേളിപ്പിച്ച് മനുഷ്യൻ്റെ മുൻപിലെ ഇലയിൽ വിളമ്പി വയ്ക്കുന്ന നിരവധി ഗ്രന്ഥങ്ങൾ ലോകത്തിലുള്ളപ്പോൾ അക്ഷരാഭ്യാസമില്ലാത്തവനെയും ദൈവരാജ്യത്തിന് അവകാശിയാക്കാൻ ശക്തിയുള്ള ഈ ജീവൻ്റെ വചനം പ്രപഞ്ച ചക്രവർത്തിയും അഖിലാണ്ട സൃഷ്ടിതാവുമായ മഹാദൈവത്തെ നമ്മുടെ മുൻപിൽ അഭിമുഖമായി കൊണ്ടുവരുവാൻ കഴിവുള്ളൊരു കരുത്തുറ്റ ഗ്രന്ഥം ലോകം കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്ന് രാത്രി നാം മാറോടടുക്കി പിടിച്ചിരിക്കുന്ന ഈ ജീവൻ്റെ വചനമാണ്. ഈ വചനം വഴികാട്ടിയായി സ്വീകരിച്ചിട്ടുള്ള ഒരു ദൈവപൈതൽ ഇതിനകത്തുണ്ടെങ്കിൽ നിന്നെ തകർക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഈ വചനം വഴികാട്ടിയായി സ്വീകരിച്ചിരിക്കുന്ന ദൈവപൈതലെ നിനക്കൊരിക്കലും വഴി തെറ്റുകയില്ല എന്ന് മാത്രമല്ല, നീ എത്തേണ്ടിടത്തെത്തുന്നത് വരെ നിന്നെ നയിക്കുന്നൊരു ദിവ്യപ്രകാശം ഇതിൽ നിന്റെ പാതയ്ക്ക് ദീപമായി വ്യാപരിച്ചു കൊണ്ടിരിക്കും. ഇന്ന് രാത്രി വചനം കേൾക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയത് നമ്മുടെ പദവിയാണെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയണം. ഫ്രാൻസിൽ തീവണ്ടി ഗതാഗതം പ്രസക്തമായി വരുന്ന ഒരു കാലഘട്ടം. ആ പ്രത്യേക സമയത്ത് ഒരു ട്രെയിൻ കമ്പാർട്ട്മെൻറ്റിൻ്റെ മൂലയ്ക്ക് ഒരു കറുത്ത ബൈൻഡിട്ട പുസ്തകം തുറന്നു പിടിച്ചുകൊണ്ട് ഒരു വൃദ്ധനായ മനുഷ്യൻ അതിൽ കണ്ണ് ഉറപ്പിച്ച് വായന തുടരുകയാണ്. അടുത്ത സമയങ്ങളിൽ നിരീശ്വരത്വത്തിലേക്ക് വഴിമാറി ചിന്തിച്ച് ബൗദ്ധിക ശേഷി വർദ്ധിപ്പിച്ച ഒരു ജ്ഞാനിയായ ശാസ്ത്രജ്ഞൻ, ഒരു ചെറുപ്പക്കാരൻ ഇതേ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യുകയാണ്. ആ സമയം ഒരു വൃദ്ധൻ ആ മൂലയ്ക്കിരുന്ന് കൊണ്ട് ഒരു പുസ്തകം വായിക്കുന്നത് കണ്ട് ഭവ്യമായി അടുത്ത് ചെന്ന് ഈ വൃദ്ധനോട് ഈ ശാസ്ത്രജ്ഞനായ ഈ നിരീശ്വരവാദി ചോദിച്ചു, സർ എന്താണ് വായിക്കുന്നത്? അപ്പോൾ അദ്ദേഹം ആ വൃദ്ധൻ പറഞ്ഞു, ബൈബിളാണ് വായിക്കുന്നത്. അതിലേത് ഭാഗമാണ് സാർ വായിക്കുന്നത്? ഉത്തരം പറഞ്ഞു, യേശു 5 അപ്പം കൊണ്ട് 5000 പോഷണം നൽകിയ ഭാഗമാണ് വായിക്കുന്നത്. സാർ, മതത്തിന് തല പണയം വെച്ച നിങ്ങളെപ്പോലെയുള്ള ആളുകളല്ലാതെ ആരെങ്കിലും ഈ പുസ്തകത്തിലെ ആനമണ്ടത്തരങ്ങൾ വിശ്വസിക്കുമോ? 5 അപ്പം കൊണ്ട് 5000 പോഷണം നൽകിയെന്നോ? ഇത് വല്ലതും നടക്കുന്ന കാര്യമാണോ സാർ? ശാസ്ത്രീയമായി അത് തെളിയിക്കാൻ പറ്റുമോ? വാദഗതികൾക്കൊന്നും ഉത്തരം കൊടുക്കാതെ ആ വൃദ്ധൻ ആ പുസ്തകത്തിൽ തന്നെ കണ്ണു നട്ട് വായന തുടരുകയാണ്. യാത്ര മണിക്കൂറുകൾ പിന്നിടുമ്പോൾ അടുത്തൊക്കെ സംസാരിക്കാൻ അവസരമുണ്ടായി. ചിലതിനൊക്കെ മറുപടി പറഞ്ഞു, കുശലപ്രശ്നം ചെയ്തു. അവസാനം ട്രെയിനിൽ നിന്ന് ആ ചെറുപ്പക്കാരൻ ഇറങ്ങുന്ന സമയം വന്നു. ഇറങ്ങുന്ന സമയത്ത് തൻ്റെ പോക്കറ്റിൽ കിടന്ന വിസിറ്റിംഗ് കാർഡ് ഈ മുൻപിൽ ഇരിക്കുന്ന വൃദ്ധൻ്റെ നേരെ നീട്ടിയിട്ട് പറഞ്ഞു, സാർ, യാത്രയ്ക്കിടയിൽ നമുക്കൊന്ന് പരിചയപ്പെടാൻ അവസരമുണ്ടായി. അവസരമുള്ളപ്പോൾ വിളിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് കാർഡ് കൈമാറുന്ന സമയം തിരിച്ചാ വൃദ്ധൻ തൻ്റെ പോക്കറ്റിൽ നിന്ന് തൻ്റെ വിസിറ്റിംഗ് കാർഡ് എടുത്ത് ഈ ബുദ്ധിജീവിയായ നിരീശ്വരവാദിയായ ചെറുപ്പക്കാരന് നേരെ നീട്ടി. ആ ചെറുപ്പക്കാരൻ അതൊന്ന് വാങ്ങിച്ച് അതിൻ്റെ തലക്കെട്ടിലൂടെ കണ്ണോടിച്ചപ്പോൾ ഞെട്ടിപ്പോയി. മറ്റാരുമല്ല ഇത്രയും നേരം ആ കറുത്ത ബൈൻഡിട്ട ബൈബിൾ വായിച്ച് സ്തോത്രം ചെയ്ത് സന്തോഷിച്ചത് ലോകം കണ്ട കരുത്തുറ്റ ബുദ്ധിരാക്ഷസനായ ലൂയി പാസ്റ്റർ ആയിരുന്നു. അനേകർക്ക് ഇതിന് പ്രസക്തിയില്ലാതിരിക്കുമ്പോൾ ഇതിനെ മാറോടടുക്കി പിടിക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയത് നാം ഇന്ന് എന്തായിരിക്കുന്നോ, നാം എന്തായിരിക്കാൻ കൊതിക്കുന്നോ അതിനെല്ലാം കടപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകം ലോകത്തിലുണ്ടെങ്കിൽ എത്ര കുഴിച്ചാലും പ്രവചനത്തിൻ്റെ ഖനി തീരാത്ത ഈ അതിവിശിഷ്ട ഖനിഗർഭമാണ് കഴിഞ്ഞ 2 രാത്രികളും ഇതിവിടെ മുഴങ്ങാൻ ദൈവം അവസരം നൽകിയത്. പദവിയായി കാണുന്ന ദൈവമക്കൾ ഇതിൻ്റെ മുൻപിൽ വാപൂട്ടിയിരിക്കുകയല്ല, ഇതിന് മുൻപിൽ സ്തോത്രത്തോടെ വിളിച്ചു പറയണം, എന്നെ ഇന്നത്തെ ഞാനാക്കിയ ജീവൻ്റെ വചനം. ആശാരി ഉപദേശിയെ നിങ്ങൾക്കറിയാം. വർഷങ്ങൾക്ക് പുറകിൽ കെന്നഡി എയർപോർട്ടിലേക്ക് US അദ്ദേഹം ഇറങ്ങിച്ചെല്ലുകയാണ്. എൻട്രൻസിൽ സ്വീകരിക്കാൻ വന്ന ആളുകളുടെ അടുക്കലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ പെട്ടി തുറന്ന് ബൈബിൾ എടുത്ത് അയ്യപ്പ ഭക്തന്മാർ ഇരുമുടിക്കെട്ട് വയ്ക്കുന്നത് പോലെ താൻ തലയിൽ ഇത് വെച്ചുകൊണ്ട് ഇറങ്ങിച്ചെല്ലുന്ന സമയം സ്വീകരിക്കാൻ വന്നവർ പറഞ്ഞു, സാർ, ഇത് അതീവ സുരക്ഷാ മേഖലയാണ്, ഇവിടെ ഇങ്ങനെയൊന്നും കാട്ടരുത്.
അപ്പോൾ ആ വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: എടാ, എന്നെപ്പോലെ ആശാരിപ്പണിക്ക് ഇറങ്ങിയ നൂറുകണക്കിന് ആശാരിമാർ കേരളത്തിൽ പട്ടിക്കൂടിന് പട്ടിക അടിച്ച് കഴിയുമ്പോൾ എഴുത്തും വായനയും അറിയാൻ വയ്യാത്ത ഈ ആശാരിയെ ഈ മണ്ണിൽ കാലുകുത്തിച്ചത് എൻ്റെ വിദ്യാഭ്യാസമല്ല, ഈ ജീവൻ്റെ വചനമാണ്. ഇതെൻ്റെ തലയ്ക്ക് തന്നെ ഇരിക്കട്ടെ. അനേകർക്ക് ഇത് അപമാനമായിരിക്കുമ്പോൾ എൻ്റെ ദൈവം എനിക്കിത് അഭിമാനമാക്കി എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ശബ്ദമുയർത്തി കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യണം. ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ഈ നാടിൻ്റെ വിടുതലിനായി ആത്മനിയോഗത്തോടുകൂടെ ശബ്ദമുയർത്തി ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാൻ കഴിയുമോ? ഇടത്തും വലത്തും ഇരിക്കുന്നവരെ മറന്ന് അല്പമിനിറ്റുകൾ ഒന്ന് സ്തോത്രം ചെയ്ത് ഈ രാത്രിയിൽ യോഗം 9:30 അവസാനിക്കുന്നതിന് മുൻപ് ചില പ്രിയപ്പെട്ടവരുടെ പേരുകൾ കൂടെ ജീവൻ്റെ പുസ്തകത്തിൽ കുറിക്കപ്പെടുവാൻ ആത്മസ്നാനം പ്രാപിച്ച ദൈവമക്കൾ ഈ ഗ്രൗണ്ടിൽ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഈ ഗ്രൗണ്ടിൽ ദൈവ തേജസ്സിൻ്റെ ശക്തി വ്യാപരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു ഇത്രയും ദൈവമക്കൾ സ്തോത്രത്തിൽ ജാഗരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ചുറ്റും ഇറങ്ങി വന്നിരിക്കുന്ന സ്വർഗത്തിൻ്റെ സൈന്യനിര ആത്മകണ്ണുകൾ കൊണ്ട് കാണുന്ന ദൈവമക്കൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കാൻ കഴിയുകയില്ല. മേഘം, അന്ധതമസ്, കൂരിരുട്ട്, വാക്കുകളുടെ ശബ്ദം ഇവയുടെ അടുക്കലല്ലോ നമ്മൾ വന്നിരിക്കുന്നത്. പിന്നെയോ സിയോൻ പർവ്വതത്തിനും അനേകായിരം കോടി വിശുദ്ധ ദൂതന്മാരുടെ സംഘത്തിനും സ്വർഗത്തിൽ പേര് ചാർത്തപ്പെട്ട ആദ്യജാതന്മാരുടെ സഭയ്ക്കും സകലരുടെയും ന്യായാധിപതിയായ ദൈവത്തിനും പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും അങ്ങനാണെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ ദൈവത്തിൻ്റെ കരം ചലിക്കാൻ തുടങ്ങുകയാണ്. ബന്ധിക്കപ്പെട്ട ചില പ്രിയപ്പെട്ടവരെ ഈ ശുശ്രൂഷയ്ക്ക് നടുവിൽ കെട്ടഴിച്ച് പുറത്തു കൊണ്ടുവരുവാൻ, ചില ശരീരകോശങ്ങളുടെ മേൽ ആധിപത്യം പുലർത്തുന്ന രോഗബന്ധനങ്ങളെ അഴിക്കാൻ യേശുവിൻ്റെ കരം ബലത്തോടെ ചലിക്കുകയാണ്. ആത്മനിയോഗം പ്രാപിച്ച ദൈവമക്കൾ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസ്രയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നുവെന്ന് അരുളി ചെയ്തവൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ഇവിടെ മുഴങ്ങുന്ന ജീവൻ്റെ വചനം ചില ബന്ധനമഴിച്ച് വ്യക്തികളെ പുറത്തു കൊണ്ടുവരട്ടെ. ജീവപുസ്തകത്തിൽ ചില പ്രിയപ്പെട്ടവരുടെ പേരുകൾ ഈ രാത്രി എഴുതി ചേർക്കുന്ന രാത്രിയാകട്ടെ. യേശുവിൻ നാമത്തിൽ അടയാളത്തോടെ ചില ദൈവപ്രവർത്തികൾക്കായി ഈ രാത്രി യോഗത്തെ ഞങ്ങൾ പ്രാർത്ഥിച്ച് വേർതിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മന്ത്രപ്രയോഗത്തിനും ക്ഷുദ്രവാദത്തിനും ആഭിചാരത്തിനും ഏലസുകൾക്കും തകിടുകൾക്കും പ്രശസ്തിയാർജിച്ച എഫേസോസ് പട്ടണത്തെ അടക്കി വാഴുന്ന അർത്തമീസിൻ്റെ ശക്തിയെ ബന്ധിച്ചുകൊണ്ട് 50,000 വെള്ളിക്കാശ് വിലയുള്ള മന്ത്രവാദ ഗ്രന്ഥങ്ങൾ കൂട്ടിയിട്ട് തീ കൊടുക്കത്തക്ക വിധം എഫേസോസ് തുറന്നോസിന്റെ പാഠശാലയിൽ തുറന്ന ജീവന്റെ വചനത്തിന്റെ മുൻപിൽ വ്യാപരിച്ച അതേ ദൈവശക്തി ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ വ്യാപരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ അത് സംഭവിപ്പാൻ ഈ സദസ്സിനെ നിങ്ങൾ കൈമാറുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് മഹത്വം അർപ്പിക്കാമോ? ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 3, 4, 5 വാക്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ സ്വാഗതം ചെയ്യുകയാണ്. വളരെ പ്രാർത്ഥനയോടെ, തികച്ചും ഏകാഗ്രതയോടെ, ദൈവസന്നിധാന ചിന്തയോടെ ഈ തിരുവെഴുത്തിലേക്ക് നിങ്ങളുടെ മനസ്സ് ഏകീകരിക്കുക. ഈ ഭൂമിയിൽ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന ആയുസ് ക്ഷണികമാണ്. ഇന്ന് കരമുയർത്തി കർത്താവിന് മഹത്വം അർപ്പിക്കാമോ? ഈ ആയുസ് വളരെ ക്ഷണികമാണ്. ജനനം എന്ന 3 അക്ഷരത്തിൽ തുടങ്ങി, ജീവിതം എന്ന 3 അക്ഷരത്തിൽ തുടർന്ന്, മരണം എന്ന 3 അക്ഷരത്തിൽ അവസാനിച്ച്, നിത്യത എന്ന 3 അക്ഷരത്തിലേക്ക് യാത്ര ചെയ്ത്, സ്വർഗം എന്ന 3 അക്ഷരത്തിലോ നരകം എന്ന 3 അക്ഷരത്തിലോ എത്തിച്ചേരേണ്ട യാത്രക്കാരാണ് എൻ്റെയും നിങ്ങളുടെയും അടുക്കലിരിക്കുന്ന സകലരും നാം മുഴുവനും. നാം ആരും നൂറ്റാണ്ടുകൾ നിൽക്കുന്ന കരിവേലകങ്ങളല്ല, നിമിഷം കൊണ്ട് വാടി വീഴുന്ന പുൽത്തണ്ടിലെ പുഷ്പക്കൊടികൾ മാത്രമാണ്. എങ്കിൽ ആയുസിൻ്റെ ദിവസങ്ങളെ സ്വയം വിലയിരുത്തിക്കൊണ്ട് ആത്മപരിശോധനയ്ക്ക് വിധേയമാകാൻ ദൈവാത്മാവിന്ന് രാത്രിയിൽ നമ്മെ ക്ഷണിക്കുകയാണ്. ഇന്ന് രാത്രി ഒരുമിച്ച് പങ്കുവയ്ക്കുന്ന സന്ദേശത്തിൻ്റെ തലക്കെട്ട് ഞാൻ ഇങ്ങനെ നൽകുന്നു: മാനസാന്തരത്തിന് ദൈവം അനുവദിച്ച കരുണയുടെ കാലങ്ങളെ വിവേചിക്കുക. ഒരിക്കൽ കൂടെ ഞാൻ ആ പല്ലവികൾ ആവർത്തിക്കുന്നു: മാനസാന്തരത്തിന് ദൈവം അനുവദിച്ച കരുണയുടെ കാലങ്ങളെ ഭയത്തോടെ വിവേചിക്കുക. വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം
13-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ. അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അല്ല, ശീലോഹാമിലെ ഗോപുരം വീണ് മരിച്ചുപോയ ആ 18 പേർ യെരൂശലേമിൽ പാർക്കുന്ന സകല മനുഷ്യരിലും കുറ്റക്കാർ ആയിരുന്നു എന്ന് തോന്നുന്നുവോ? അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഒരു ഉപമയും അവൻ ഈ ഉപമയും പറഞ്ഞു. മതിയല്ലോ. തികച്ചും ഏകാഗ്രതയോടെ വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ആരും ഇന്ന് രാത്രി ചിരിച്ചെഴുന്നേൽക്കണം എന്നല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ രാത്രി നിങ്ങൾ കരഞ്ഞെഴുന്നേൽക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തികച്ചും ഏകാഗ്രതയോടെ ശ്രദ്ധിക്കുക. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ പ്രൗഢഗംഭീരമായൊരു പ്രഭാഷണം നടക്കുന്ന സാഹചര്യം. ഒരർത്ഥത്തിൽ കർത്താവ് അവരെ ശാസിക്കുന്ന ഒരു പ്രയോഗം ഇതിൻ്റെ 54-ാമത്തെ വാക്യത്തിൽ കാണാം. 12:54. അത് വായിക്കുമ്പോഴാണ് അതിൻ്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പ്രഭാഷണത്തിൽ യേശു ഇത് അവതരിപ്പിക്കുന്നതിൻ്റെ പശ്ചാത്തലം എന്താണ്? 12:54 പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാട്ടെ. 12:54 വേഗം. പിന്നെ അവൻ പുരുഷാരത്തോട് പറഞ്ഞത് പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ആ സമൂഹത്തെ ശാസിക്കുകയാണ് ഒരു വിഷയത്തിൽ. നമ്മുടെ കർത്താവ് പറയുന്നു, നിങ്ങൾക്ക് കാലാവസ്ഥയെ വിവേചിപ്പാൻ നന്നായിട്ടറിയാം. പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങുമ്പോൾ പെരുമഴ വരുന്നു എന്ന് നിങ്ങൾ പറയുന്നു. പലസ്തീൻ നാട്, അക്ര, മോറിയ, ബെദേസ, സിയോൻ, ഗിൽബോവ, സെയീർ, ഈ മലമടക്കുകളുള്ള പലസ്തീൻ നാടിൻ്റെ പടിഞ്ഞാറ് വശം മെഡിറ്ററേനിയൻ മഹാസമുദ്രമാണ്. അവിടെ നിന്നൊരു മേഘക്കീർ ഉയർന്നാൽ അതിൻ്റെ അർത്ഥം ഇരമ്പിപ്പെയ്യുന്ന മഴ തൊട്ടു പുറകിൽ വരുന്നു എന്നാണ്. അപ്പോൾ മുഴങ്കാലുകൾക്കിടയിൽ തലയിട്ടുകൊണ്ട് പെരുമഴയ്ക്ക് വേണ്ടി കരയുന്ന ഏലിയാവ് ഒരു മനുഷ്യൻ്റെ കൈ പോലെ ഒരു ചെറിയ മേഘക്കീർ ഉയരുന്നത് കണ്ടപ്പോൾ പെരുമഴ പ്രവചിക്കാൻ കാരണം ഏത് ദിശയിൽ നിന്ന് മേഘം ഉയരുന്നുവോ അതനുസരിച്ച് കാലാവസ്ഥയുടെ മാറ്റം വിവേചിച്ചറിയാൻ കഴിയുന്ന ഒരു കർഷക സമൂഹമാണ് അവിടെ പാർക്കുന്നത്. അവരോട് പറയുന്നു, പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങുന്നത് കാണുമ്പോൾ പെരുമഴ വരുന്നു എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് കാലാവസ്ഥയെ വിവേചിപ്പാൻ നന്നായിട്ടറിയാം. വായിച്ചാട്ടെ. അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു. വായിച്ചാട്ടെ. തെക്കൻ കാറ്റ് പലസ്തീൻ നാടിന്റെ തെക്കു ഭാഗത്ത് ഒരു മരുഭൂമിയാണ്, സീനായി മരുഭൂമി. അവിടെ നിന്ന് കാറ്റൂത് തുടങ്ങിക്കഴിഞ്ഞാൽ വായിച്ചേ, അത്യുഷ്ണമുണ്ടാകും എന്നും പറയുന്നു. അതിന്റെ അർത്ഥം അതിശക്തമായ വരൾച്ചയുടെ സാധ്യതയാണ് തെക്കൻ കാറ്റിന്റെ പ്രവാഹത്താൽ പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ പടിഞ്ഞാറ് നിന്ന് കാറ്റുയർന്നാൽ പെരുമഴ ഉയരുമെന്നും മേഘമുയർന്നാൽ പെരുമഴ ഉയരുമെന്നും തെക്കൻ കാറ്റൂതിയാൽ അതിശക്തമായ വരൾച്ചയുണ്ടാകുമെന്നും കാലാവസ്ഥയെ വിവേചിക്കുന്ന ഇവർക്ക് നന്നായിട്ടറിയാം. എന്നിട്ട് കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യം വ്യക്തമായി വായിച്ച് കേൾപ്പിക്കണം. പെട്ടെന്ന് വായിച്ച് കേൾപ്പിക്കണം. എന്താണ് കർത്താവ് ചോദിക്കുന്ന ചോദ്യം? വായിച്ചാട്ടെ. കപടഭക്തിക്കാരെ, ഹിപ്രോക്രാറ്റുകളെ, അഭിനേതാക്കളെ, ഭൂമിയുടെയും ആകാശത്തിന്റെയും ഭാവത്തെ വിവേചിപ്പാൻ നിങ്ങൾക്കറിയാം. എന്നാൽ ഈ കാലത്തെ വിവേചിക്കാത്തത് എന്ത്? ഒന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. ശ്രദ്ധിച്ച് കേൾക്കണേ. എന്താണ് യേശു ഉദ്ദേശിച്ചത്? എവിടെ നിന്ന് കാറ്റുയരുന്നു, എവിടെ നിന്ന് മേഘക്കീർ ഉയരുന്നു, ഇതനുസരിച്ച് കാലാവസ്ഥയെ വിവേചിപ്പാൻ നിങ്ങൾക്കറിയാം. എന്നാൽ നിങ്ങളുടെ കൺമുൻപിൽ നിൽക്കുന്ന ദൈവപുത്രനെ കാണാൻ നിങ്ങളുടെ കണ്ണ് തുറന്നിട്ടില്ല. സാധാരണക്കാരനല്ല അവരുടെ കൺമുൻപിൽ നിൽക്കുന്നത്.
ഏദൻ കവാടം മുതൽ പ്രവചിച്ചു 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 പ്രവചിച്ച് പ്രവചിച്ചതുപോലെ ജനിച്ച് പ്രവചിച്ചതുപോലെ ജീവിച്ച് പ്രവചിച്ചതുപോലെ മരിച്ച് പ്രവചിച്ചതുപോലെ അടക്കപ്പെട്ട് പ്രവചിച്ചതുപോലെ ഉയർത്തെഴുന്നേറ്റ് പ്രവചിച്ചതുപോലെ സ്വർഗാരോഹണം ചെയ്ത് പ്രവചിച്ചതുപോലെ മടങ്ങി വരാൻ തുടങ്ങുന്ന മനുഷ്യത്വത്തിൻ്റെ ജഡവേഷത്തിൽ ദൈവത്വം കുടികൊണ്ടിറങ്ങി വന്നിട്ടുള്ള സാക്ഷാൽ ദൈവപുത്രൻ വിവേചിക്കാൻ കഴിയാതെ അവർ കൈകെട്ടി വാപൂട്ടിയിരിക്കുമ്പോൾ അവരുടെ നിരുത്തരവാദിത്വത്തെ ശാസിച്ചുകൊണ്ട് യേശു പറയുകയാണ്, കാലാവസ്ഥയെ വിവേചിക്കാൻ നിങ്ങൾക്കറിയാം, പക്ഷെ ഈ കാലത്തെ വിവേചിക്കാൻ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി കൃപ ലഭിച്ച ദൈവമക്കൾ കാലത്തെ വിവേചിക്കുന്ന രാത്രിയാകണം. ഞാൻ ഈ രാത്രി വചനത്തിൻ്റെ മുൻപിൽ ഉറപ്പോടെ പറയട്ടെ, നമ്മളിൽ പലരുടെയും കണ്ണുകൾ അടയുന്നതിന് മുൻപ്, നമ്മുടെ വീട്ടിലേക്ക് ശവപ്പെട്ടി കയറി വരുന്നതിന് മുൻപ് നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് ഈ ആകാശമേഘങ്ങളിൽ മടങ്ങി വരത്തക്ക വിധം സംഭവങ്ങൾ അതിൻ്റെ അന്ത്യഘട്ടത്തിലേക്ക് വന്നു നിൽക്കുന്ന കാഴ്ച കാണുന്ന ജീവൻ പ്രാപിച്ച ദൈവമക്കൾ ഈ രാത്രി ശബ്ദമുയർത്തി വായി തുറന്ന് ആത്മനിറവിൽ വിളിച്ചു പറയണം, ആമേൻ കർത്താവേ വരേണമേ എന്ന്. ദൈവത്തിന് സ്തോത്രം. കാരണം കർത്താവിൽ നിറവേറ്റപ്പെട്ട പ്രവചനങ്ങൾ കൃത്യമായി ഇന്നലെ നിറവേറിയെങ്കിൽ കർത്താവിൽ നിറവേറ്റപ്പെടേണ്ട പ്രവചനങ്ങൾ നാളെ നിറവേറും എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ പ്രതീക്ഷയോടെ വരവിനെ കാത്തിരിക്കുന്നവരാണ്. ദൈവത്തിന് സ്തോത്രം. CV രാമൻ ശ്രദ്ധേയനായ ഒരു ചിന്തകനായിരുന്നു. വടക്കേ ഇന്ത്യയിൽ അദ്ദേഹം ഒരു ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം പെട്ടെന്ന് അദ്ദേഹം ചാടിക്കയറി ട്രെയിനിൻ്റെ ചങ്ങല വലിച്ചു. അപ്പോൾ തന്നെ ട്രെയിൻ നിന്നു. റെയിൽവേ ഗാർഡ് അടുത്തു വന്ന് ചോദിച്ചു, എന്തിനാ ചങ്ങല വലിച്ചേ? ആ സമയം അദ്ദേഹം പറഞ്ഞു, ഈ ട്രെയിനിൻ്റെ ഒരു 500 മീറ്റർ അപ്പുറത്തെങ്കിലും പാളം തകർത്തിട്ടിട്ടുണ്ട് എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. റെയിൽവേ ഗാർഡ് നിരീക്ഷണം നടത്തിയപ്പോൾ ഞെട്ടിപ്പിക്കുന്ന സംഭവം കണ്ടു. തൊട്ടു മുൻപിൽ പാളം വിപ്ലവകാരികൾ തകർത്തിട്ടിരിക്കുകയാണ്. തിരിച്ചു വന്നിട്ട് ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങയ്ക്ക് എങ്ങനെ മനസ്സിലായി പാളം തകർത്തിട്ടിട്ടുണ്ടെന്ന്? അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേൾക്കണോ? ട്രെയിൻ പാളത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ കേൾക്കുന്ന ചുക്ക് 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 എന്ന ശബ്ദം കേവലം ഇഞ്ചൻ്റെ താളം മാത്രമല്ല, പാളവും ഇഞ്ചനുമായിട്ടുള്ള ഒരു അലൈൻമെൻറ്റിൻ്റെ ശബ്ദം കൂടെയാണ്. പാളം തകർന്നാൽ ഇഞ്ചൻ്റെ താളം മാറും എന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. ചില മിനിറ്റുകളായി ഞാൻ ശ്രദ്ധിക്കുന്നു, ഇഞ്ചൻ്റെ താളത്തിന് മാറ്റമുണ്ട്. എവിടെയോ പാളം തകർന്നു എന്ന് ഞാൻ ലക്ഷണം കൊണ്ട് മനസ്സിലാക്കി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ നിന്ന് ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ കൈകെട്ടിയിരുന്ന് ഉറങ്ങിയേച്ച് പോകേണ്ടവരല്ല. പ്രകൃതിയുടെ താളക്രമം അടിമുടി തകരുമ്പോൾ, മാരക രോഗങ്ങൾ കൂട്ടമായി വർദ്ധിക്കുമ്പോൾ, പ്രകൃതി ദുരന്തത്തിലേക്ക് കൂപ്പുകുത്താൻ തുടങ്ങുമ്പോൾ, മധ്യപൂർവ്വ പ്രദേശം മഹാദുരന്തത്തിന് സാക്ഷിയാകാൻ തുടങ്ങുമ്പോൾ, ഇതാ മാരക വിപത്തുകൾ ഒരു കൊടുങ്കാറ്റ് പോലെ പറന്നടുക്കുമ്പോൾ യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ വിളിച്ചു പറയണം, ഇത് സംഭവിച്ച് തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്ത് വരുന്നത് കൊണ്ട് ഞങ്ങൾ നിവർന്ന തലകളെ ഉയർത്തുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു, മേഘം പോലെ മൂടുന്ന ദൈവത്തിൻ്റെ തേജസ് ഇത്രയും ദൈവമക്കൾ ഒരുമിച്ച് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഗ്രൗണ്ടിന് മീതെ നിഴൽ വിരിച്ചു കൊണ്ടിരിക്കുന്ന രാത്രിയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിൽ ഞാൻ അങ്ങ് ജനിച്ചതും ഇവിടെ ഇരിക്കുന്ന സകലരും ജനിച്ചതുമൊന്നും ആരും പ്രവചിച്ചിട്ടല്ല. നമ്മളൊക്കെ വന്ന കൂട്ടത്തിൽ അങ്ങ് വന്നതാണ്. എന്നാൽ പ്രവചിച്ച് ജനിച്ച ഒരുവനുണ്ടെങ്കിൽ അത് ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറേയനായ യേശുവാണ്. കാലാതീതതയിൽ നിന്ന് കാലിത്തൊഴുത്തിലൂടെ ഈ കന്യകയിൽ ഈ ഭൂമിയിലേക്ക് ഉരുത്തിരിഞ്ഞു ഒരു ഉരുവെടുത്ത് കാലകളങ്കങ്ങൾ തെല്ലുമേശാതെ ഈ മണ്ണിൽ കറ തീർന്ന പവിത്ര ജീവിതം നയിച്ച് ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്കുചിതമെന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാൻ്റെ കൈക്കീഴിൽ നിമജ്ഞന സ്നാനം സ്വീകരിച്ച് രോഗികളെ സൗഖ്യമാക്കി മരിച്ചവരെ ഉയർപ്പിച്ച് അത്ഭുതങ്ങൾ ചെയ്ത് നാടകം സഞ്ചരിച്ച് 33.5 തിരുവയസ്സെങ്കിൽ നമ്മുടെ പാപശാപങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കാൽവറിയിൽ കള്ളന്മാരുടെ മധ്യത്തിൽ കാരിരും പാണികളിൽ തൂങ്ങി മരിച്ച് കുലയ്ക്ക് കൊടുത്ത മരണത്തിനും കനത്ത കാവൽ ശക്തിക്കും വിധേയനായി കല്ലുകൊണ്ടുണ്ടാക്കിയ കല്ലറയിൽ കാളവണ്ടി ചക്രത്തിൻ്റെ വലിപ്പത്തിലുള്ള കല്ലുരുട്ടി വെച്ച് റോമൻ ശക്തികൾ കാവൽ നിന്നിട്ടും കാവൽ പടയാളികളുടെ കാൽമുട്ടുകളെ വിറകൊള്ളിച്ചുകൊണ്ട് 3-ാം നാൾ കല്ലറയ്ക്കകത്തേക്ക് ഇറങ്ങി വന്ന പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാൽ സ്പർശനവേദ്യമായ ആളത്വ ശരീരത്തിൽ കല്ലറയെ ഭേദിച്ചു
ഉയർത്തെഴുന്നേറ്റ് ആണിപ്പാടേറ്റ പൊന്ന് കരങ്ങൾ ഉയർത്തി വത്സല ശിഷ്യന്മാരെ ആശീർവദിച്ച് അവർ കാണുക സ്വർഗാരോഹണം ചെയ്ത് ഇത്രയും ദൈവമക്കൾ ഇവിടെ ഇരുന്ന് സ്തോത്രം ചെയ്യുമ്പോൾ പിതാവിൻ്റെ വലത്തുഭാഗത്ത് തൃക്കരങ്ങളം തങ്കത്തളികയിൽ പരിശുദ്ധ രക്തവുമായി മധ്യസ്ഥതയണച്ച് ഇനി അധികം താമസിക്കാതെ ആകാശമേഘങ്ങളിൽ തൻ്റെ സഭയെ ചേർക്കാൻ മടങ്ങി വരുന്ന നസറേനായ യേശു 6 അടി മണ്ണിൽ നീറി ഒടുങ്ങിയവനല്ല, അവൻ കല്ലറയെ ഭേദിച്ചുയർത്തവനാണ് എന്ന് വിളിച്ചു പറയാൻ ശിരശൂന്യമിപ്പിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ലക്ഷണം കണ്ടിട്ട് വിളിച്ചു പറയണം. ലക്ഷണം വിളിച്ചു പറയുന്നു. അധിക ദിവസങ്ങൾ മുൻപോട്ട് പോകില്ല. കാലം അതിൻ്റെ അവസാനത്തെ ദിവസങ്ങളിലേക്ക് അതിവേഗം പാഞ്ഞെടുക്കുന്നു. ഇതൊരു കൊടുങ്കാറ്റിന് മുൻപിലെ ശാന്തത തന്നെ. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഈ പരീശ പ്രമുഖന്മാർക്ക് ഇതൊന്നും മനസ്സിലാകില്ല. നമ്മുടെ കർത്താവ് ഈ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചൂടേറിയ 2 വാർത്തകൾ തൻ്റെ കാതിലെത്തുകയാണ്. ഒന്നാമത്തെ വാർത്ത, യെരുശലേം ദൈവാലയം, അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിനെ ബലികഴിപ്പാൻ മോറിയായിൽ ഉപയോഗിച്ച കല്ല് അതിപരിശുദ്ധ സ്ഥലത്ത് വരത്തക്ക വിധം കല്ലുകൊണ്ടും വെള്ളി കൊണ്ടും പൊന്നുകൊണ്ടും ലെബനോനിലെ ദേവദാരുക്കൾ കൊണ്ടും പടുത്തുയർത്തിയ യഹൂദന്റെ തങ്കക്കുടക്കെട്ടിടം കനകക്കൊട്ടാരമായ യെരുശലേം ദൈവാലയം. നമുക്കറിയാം, സാധാരണ ഗലീലാക്കാർ വിപ്ലവാത്മകമായി ചിന്തിക്കുന്നവരാണ്. ഒരുപറ്റം ഗലീലാക്കാർ പീലാത്തോസ് എന്ന ഭരണാധികാരിക്കെതിരെ വിപ്ലവം അഴിച്ചുവിട്ടു. പക്ഷേ വിപ്ലവകാരികൾ പ്രത്യേക സമയം രക്ഷപ്പെട്ടു. പീലാത്തോസ് വിപ്ലവകാരികളെ നോട്ടം വെച്ച് നിൽക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയം ആ വിപ്ലവകാരികൾ ഈ യെരുശലേം ദൈവാലയത്തിൽ യാഗത്തിന് വന്നിട്ടുണ്ട് എന്ന രഹസ്യവാർത്ത പീലാത്തോസിന് കിട്ടി. പീലാത്തോസ് പെട്ടെന്ന് സൈന്യത്തെ നിയോഗിച്ചു. കൂടെ ഇരുന്ന നിരപരാധികളെ ഉൾപ്പെടെ വെട്ടി നുറുക്കി യെരുശലേം ദൈവാലയത്തിൻ്റെ യാഗപീഠത്തിൽ കയറ്റിയിട്ട് പച്ചയ്ക്ക് കൂട്ടക്കൊല നടത്തി കത്തിച്ചു. യെരുശലേം ദൈവാലയത്തിൻ്റെ യാഗപീഠത്തിൽ നിരപരാധികളുടെ ചോര ഒഴുകിയപ്പോൾ ഈ വാർത്ത യേശുവിൻ്റെ അടുക്കലെത്തി. ഒരു ദുരന്ത മരണം, ഒരു ദുര്യോഗം അവരുടെ കൺമുൻപിലെത്തിക്കഴിഞ്ഞു. യേശു ചോദിക്കുക, അല്ല, ആ കൊല്ലപ്പെട്ടവരെക്കാൾ നിങ്ങൾ പുണ്യവാളന്മാരാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഞാൻ ഈ രാത്രി ചോദിക്കട്ടെ, കോവിഡ് വന്നു, എത്ര പേരുടെ ജീവനെടുത്തു? ഞാനും കോവിഡിൽ മരണത്തോളം അടുത്തു. ഇവിടെ ഇരിക്കുന്ന പല പ്രിയപ്പെട്ടവരുടെയും ശരീരത്തിൽ കോവിഡ് ആധിപത്യം പുലർത്തിയില്ലേ? എന്നാൽ നമ്മുടെ സഹോദരങ്ങൾ പലരും മണ്ണിലേക്ക് മറഞ്ഞു. ഇറങ്ങി വന്നിട്ട് കൊച്ചിൻ്റെ കല്യാണം, വീടിൻ്റെ പണി തുടക്കം, വസ്തുവിൻ്റെ വീതം വെപ്പ് ഒക്കെ തുടങ്ങാം എന്ന് പറഞ്ഞ് ഒരു ചെറിയ മൂക്കൊലിപ്പിലും പനിയിലും കോവിഡ് പോസിറ്റീവായി ഹോസ്പിറ്റലിലേക്ക് കയറിപ്പോയിട്ട് പിന്നെ പ്ലാസ്റ്റിക് പൊതിഞ്ഞിറക്കിക്കൊണ്ട് വന്ന് കത്തിച്ച് കളയുകയല്ലായിരുന്നോ? എന്നാൽ കൃപയാൽ നമ്മുടെ ജീവനെ ദൈവം സൂക്ഷിച്ചത്. പോയവർ അശുദ്ധരും നമ്മൾ വിശുദ്ധരുമായതുകൊണ്ടാണെന്ന് വിചാരിക്കുന്നെങ്കിൽ തെറ്റി. അവർക്ക് അനുതപിക്കാൻ ദൈവം അവസരം കൊടുത്തില്ല. നമുക്ക് അനുതപിക്കാൻ ഒരല്പസമയം കൂടെ ദൈവം അനുവദിച്ചിരിക്കുന്നു. ഇത് കാണുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി കണ്ണടച്ചിരിക്കരുത്. ഹിമാലയ പർവ്വതത്തിൽ മുനിയിരിക്കുന്നത് പോലെ ഇരുന്നിട്ട് പോകാനല്ല ഈ രാത്രി യോഗത്തിൽ നീ വന്നിരിക്കുന്നത്. നിനക്ക് നേരെ പരിശുദ്ധാത്മാവ് വിരൽ ചൂണ്ടുകയാണ്. അനർത്ഥം അനേകരെ വിഴുങ്ങുമ്പോൾ ജീവനോടെ ദൈവം നിന്നെ ശേഷിപ്പിച്ചത് നിന്റെ കഴിവ് കൊണ്ടല്ല. ഒരിക്കൽ കൂടെ അനുതപിക്കാൻ, മാനസാന്തരപ്പെടാൻ, കരയാൻ എൻ്റെ ദൈവം അവസരം തരികയാണ്. ഞാൻ ഇരിക്കുന്ന സമയത്ത് രണ്ടാമത്തെ മറ്റൊരു സംഭവം കർത്താവിൻ്റെ അടുക്കൽ ചൂടോടെത്തുകയാണ്. അത് ശീലോഹാം കുളം പ്രസിദ്ധമാണ്. രോഗശാന്തിയോടുള്ള ബന്ധത്തിൽ ഒരു ദൂതൻ ഇറങ്ങി കലക്കുന്ന ശീലോഹാം കുളം. അവിടെ നിന്നൊരു ജലപാത യെരുശലേമിലേക്ക് ക്രമീകരിക്കുന്നുണ്ട്. അതിൻ്റെ പ്രവേശനത്തിങ്കൽ മനോഹരമായ ഒരു ആർച്ചിൻ്റെ പണി ഒരു രാജകീയ ഉദ്യാനത്തിന് വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ പണി കാണേണ്ടതിന് 10-18 പേർ ആ ആർച്ചിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ അബദ്ധത്തിൽ ഈ മതിൽ അഥവാ ഈ ഗോപുരം ഇടിഞ്ഞു വീണ് 18 പേർ നിഷ്കരുണം മരിക്കുന്നു. കർത്താവ് ചോദിച്ചു, ആ കൊല്ലപ്പെട്ട ആളുകൾ കൊല്ലപ്പെട്ടത് അവരുടെ അധർമ്മം കൊണ്ടും നിങ്ങൾ രക്ഷപ്പെട്ടത് നിങ്ങളുടെ വിശുദ്ധി കൊണ്ടുമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എങ്കിൽ തെറ്റി.
അവർ കൊല്ലപ്പെട്ടത് അവരുടെ അശുദ്ധി കൊണ്ടും നിങ്ങൾ രക്ഷപ്പെട്ടത് നിങ്ങളുടെ വിശുദ്ധി കൊണ്ടുമല്ല. അവർക്ക് ദൈവം അനുതപിക്കാൻ സമയം കൊടുത്തില്ല, ദൈവം നിനക്ക് അനുതപിക്കാൻ സമയം തന്നിരിക്കുകയാണ്. അതുകൊണ്ട് മാനസാന്തരപ്പെടാൻ ദൈവം അനുവദിച്ച കരുണയുടെ സമയത്തെ അവഗണിക്കരുത്. ഇന്ന് രാത്രി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളും ചോദിക്കട്ടെ, ശരീരത്തിൽ അടുത്ത ദിവസങ്ങളിൽ ക്യാൻസർ കാത്തു നിൽക്കുന്നുണ്ടോ? ആർക്കറിയാം? അടുത്ത ബയോപ്സി റിപ്പോർട്ട് ക്യാൻസറോ? ആർക്കറിയാം? അടുത്ത ഹാർട്ട് അറ്റാക്ക് മരണത്തിലേക്കാണോ നയിക്കാൻ തുടങ്ങുന്നത്? ആർക്കറിയാം? അടുത്ത കിഡ്നി ബലഹീനത ഡയാലിസിസിലേക്ക് നീങ്ങുമോ? ആർക്കറിയാം? എന്നാൽ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിനെ ഇടർച്ചയിൽ നിന്നും ജീവനെ മരണത്തിൽ നിന്നും സൂക്ഷിച്ച് ഒരായുസ് കൂടെ ദൈവം അനുവദിച്ച് ഫെബ്രുവരി മാസത്തിൻ്റെ ഈ ആഴ്ചയിൽ ജീവൻ്റെ വചനം കേൾക്കാൻ എൻ്റെ ദൈവം എന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത് എൻ്റെ രക്തത്തിൻ്റെ പ്രതിരോധ ശേഷി കൊണ്ടല്ല, എൻ്റെ ശരീരത്തിൻ്റെ മാംസബലം കൊണ്ടല്ല, എൻ്റെ ആരോഗ്യത്തിൻ്റെ ജീൻ ശക്തി കൊണ്ടല്ല, എൻ്റെ കുടുംബത്തിൻ്റെ തറവാട് മഹിമ കൊണ്ടല്ല, എൻ്റെ ദൈവം എൻ്റെ മേൽ പകർന്ന കൃപ കൊണ്ടാണ് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഈ രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ സ്തോത്രം ചെയ്തിട്ട് വിളിച്ചു പറയണം, എൻ്റെ കഴിവല്ല ഇതിനുള്ള കാരണം, അനുതപിക്കാൻ ദൈവം ഒരവസരം കൂടെ എനിക്ക് തന്നതാണ്. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കളുടെ കണ്ണിവിടെ തുറക്കട്ടെ. ആത്മസ്നാനം പ്രാപിച്ച ദൈവമക്കൾ ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങുന്ന രാത്രിയായിരിക്കണം. ഭാഷയിൽ പോരാടി പ്രാർത്ഥിക്കണം. അന്ധകാര ശക്തികൾ നിഴൽ വെച്ചുകൊണ്ട് ചില വ്യക്തികളുടെ ജീവിതയാത്രയ്ക്കെതിരെ പോരാടി നിന്ന് അവരുടെ മേൽ മരണത്തിൻ്റെ തണുത്ത കരങ്ങളുടെ തലോടൽ വരുത്താൻ ദിവസങ്ങൾ മാത്രം എണ്ണിക്കഴിയുമ്പോൾ പിന്നെ ജീവന് നേരെ അടുത്ത ദിവസങ്ങളിൽ ഉയരാൻ തുടങ്ങുന്ന ആക്രമണങ്ങൾ ആയുസിനെ തകിടം മറിക്കാൻ കാത്തു നിൽക്കുമ്പോൾ ഈ രാത്രി ദൈവശക്തിയുടെ ശരീരങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ഇരിക്കുന്നത് കസേരകളിലാണെങ്കിലും പരിശുദ്ധാത്മാവ് ഒരു മേഘം പോലെ നിങ്ങളുടെ തലയ്ക്ക് മീതെ നിഴൽ വിരിച്ച് നിൽക്കുന്ന രാത്രിയാകട്ടെ. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവപൈതലേ, മഹാദൈവത്തെ നിന്റെ കൺമുൻപിൽ നിർത്തുന്ന രാത്രിയാണ് ഈ രാത്രി. അന്ധകാര ശക്തികളോട് അധികാരത്തോടെ പോരാടാൻ ദൈവം നിന്റെ മേൽ ബലം കൽപ്പിക്കുന്ന രാത്രിയാണ് ഈ രാത്രി. ദൈവത്തിൻ്റെ ദൂതന്മാരുടെ കാവൽ ഈ രാത്രി നിനക്ക് ഇറക്കിത്തരുന്ന രാത്രിയാണ് ഈ രാത്രി. പ്രകൃതി ശക്തികളോട് കൽപ്പിക്കാൻ നിന്റെ അധരങ്ങൾക്ക് ദൈവം ബലം പകരുന്ന രാത്രിയാണ് ഈ രാത്രി. നാളുകൾ കഴിയുന്നതിന് മുൻപ് ശരീരത്തെ ബന്ധിച്ച് അസാധാരണ രോഗത്താൽ കിടക്കയിലേക്ക് വലിച്ചെറിയത്തക്ക വിധം നാളെ നടത്താൻ സാത്താൻ ഒരുക്കി വെച്ചിരിക്കുന്ന ചില കണികളെ ഇന്ന് രാത്രി ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അഴിച്ചെടുക്കാൻ കഴിവുള്ള ദൈവശക്തി വീശിയടിക്കുന്ന ഒരു കാറ്റ് പോലെ, പെയ്തിറങ്ങുന്ന ഒരു മഴ പോലെ ഈ ഗ്രൗണ്ടിൽ പ്രാർത്ഥിക്കുന്ന തൻ്റെ ജനത്തിന് വേണ്ടി വ്യാപരിക്കുന്നത് ആത്മാവിൽ തിരിച്ചറിയുന്ന പ്രിയപ്പെട്ടവർ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. മേഘം പോലെ മൂടുന്ന ദൈവത്തിൻ്റെ തേജസ് ഈ ഗ്രൗണ്ടിന് മീതെ നിഴൽ വിരിച്ചു നിൽക്കുമ്പോൾ ഹോരേബിൽ വെളിപ്പെട്ട ദൈവത്തിൻ്റെ തേജസിൻ്റെ ജ്വാല ചില ശരീരങ്ങളെ ഈ രാത്രി പൊതിഞ്ഞു നിൽക്കുമ്പോൾ അന്ധകാര ശക്തികൾ ചില ശരീരങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന ബന്ധനങ്ങളെ സ്വർഗം അഴിച്ചു മാറ്റാൻ തുടങ്ങുമ്പോൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. അനുതപിക്കാൻ ദൈവം തരുന്ന അവസരങ്ങൾ അവഗണിക്കരുത്. ഇത് കൊടുങ്കാറ്റിന് മുൻപിലെ ശാന്തതയാണ്. അനുതപിക്കാൻ ദൈവം അനുവദിച്ചിരിക്കുന്ന അവസരമാണ് ഈ രാത്രി. ഓ രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം, അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം, അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം, അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഇത്രയും ദൈവമക്കൾ ഇവിടെ പ്രാർത്ഥന നിരതരാകുമ്പോൾ ദൈവശക്തിയുടെ തുറന്ന പ്രവാഹം ഈ ഗ്രൗണ്ടിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്യഭാഷയിൽ ജാഗരിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം. ഏതാണ്ട് കിലോമീറ്ററുകളോളം നീളവും അതിഭയങ്കരമായ ആഴത്തിൽ സഹസ്രാബ്ദങ്ങളുടെ ചെളിക്കുണ്ട് നിറഞ്ഞു കിടക്കുന്ന ചെങ്കടലിൻ്റെ മുൻപിൽ മോശ ഒരു കാട്ടുവടി നീട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ 30 ലക്ഷം വരുന്ന ജനത്തിന് പ്രഭാതയാമത്തിന് മുൻപ് അക്കരെ കടക്കേണ്ടതിന് അതിൻ്റെ തറയെ ടാറിനേക്കാൾ ഉറപ്പിച്ചു കൊടുത്ത ദൈവമാണ് നാം സേവിക്കുന്ന ദൈവമെങ്കിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ചില ദൈവപ്രവർത്തികൾ അടയാളത്തോടെ നിന്റെ ശരീരത്തിൻ്റെ കോശങ്ങളിലേക്ക് പകർന്ന് ഈ രാത്രി നിന്നെ ബലത്തോടെ ഈ ഗ്രൗണ്ട് വിട്ട് എഴുന്നേൽപ്പിക്കാൻ യേശുവിൻ്റെ കരം നിനക്ക് വേണ്ടി ചലിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് രാത്രി പറയുന്നു, ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ ദൈവാത്മാവ് പണിതെടുക്കുന്ന രാത്രിയാണ്. ഇതൊരു സാധാരണ രാത്രിയല്ല. അനുതപിക്കാൻ ദൈവം തന്ന അവസരങ്ങൾ അവഗണിക്കരുത്. ഒരിക്കൽ ഒരു ദൈവദാസന്റെ മകൾ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. പെട്ടെന്ന് പപ്പായോട് പറഞ്ഞു, പപ്പാ എനിക്കൊരു ട്രാക്റ്റ് വേണം. എന്തിനാ മോളെ നിനക്ക് ട്രാക്റ്റ്? എനിക്ക് ഒരാൾക്ക് കൊടുക്കാനാ, മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ട്രാക്റ്റ് വേണം കേട്ടോ. അവൾ വാങ്ങിക്കൊണ്ട് പോയി.
അവൾ സ്കൂളിൽ പോയി, കൊടുക്കാൻ മറന്നുപോയി. ബസ് സ്റ്റോപ്പിൽ ബസ് ഇറങ്ങി വീട്ടിലേക്ക് ഒരു ഒലിപ്പതോട് ക്രോസ് ചെയ്ത് തിരിച്ചു കയറണം. പെട്ടെന്ന് ഓർമ്മ വന്നു, ട്രാക്ട് ആർക്കും കൊടുത്തില്ലല്ലോ. ബാഗിലോട്ട് കൈയിട്ട് ട്രാക്ട് എടുത്തു. നോക്കിയപ്പോൾ ഒരു ചേട്ടൻ തൊട്ടു മുൻപിൽ പശുവിനെ കുളിപ്പിച്ചുകൊണ്ട് ഒരു തോട്ടുകടവിൽ നിൽക്കുന്നു. ആറിലേക്ക് ഒഴുകിച്ചേരുന്ന ഭാഗമാണ്. ഓടിക്കൊണ്ട് ചെന്ന് ഈ ട്രാക്ട് കൊടുത്തിട്ട് പറഞ്ഞു, ചേട്ടാ ഇത് വായിക്കണം കേട്ടോ. ആ സമയം അക്രൈസ്തവനായി സഹോദരൻ യേശുവെന്നോ മരണാനന്തര ജീവിതമെന്നോ കണ്ട് ഈ പേപ്പർ വലിച്ചു കീറി നേരെ വെള്ളത്തിലേക്ക് എറിഞ്ഞു. എന്നിട്ടൊരു വാക്ക്, നിന്റെ അപ്പനെ പോലെ നീയും മതപരിവർത്തനത്തിന് ഇറങ്ങിയിരിക്കുകയല്ലേ. ആ കുഞ്ഞ് ചിരിച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറിപ്പോയി. പക്ഷേ അന്ന് വൈകിട്ട് ആ മനുഷ്യൻ തിരിച്ച് വീട്ടിൽ ചെന്നില്ല. അന്വേഷിച്ചിറങ്ങിയ നാട്ടുകാർ താഴത്തെ കടവിൽ ഈ മനുഷ്യൻ്റെ ഡെഡ് ബോഡി കണ്ടുപിടിച്ചു. ഫിക്സ് രോഗിയായ അദ്ദേഹം ചുഴലി രോഗം വന്ന് വെള്ളത്തിൽ കവിണ് വീണ് മരിച്ചതാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഞാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയാനല്ല വന്നത്. വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ട്രാക്ട് വാങ്ങിക്കൊണ്ട് പോകാൻ ഈ കുഞ്ഞിനെ പ്രേരിപ്പിച്ച ശക്തി ഏതാണ്? അത് സ്കൂളിൽ ആർക്കും കൊടുക്കാതെ ഈ കടവിൽ വന്നപ്പോൾ ഓർപ്പിച്ച ശക്തി ഏതാണ്? അത് ഈ മനുഷ്യന് നേരെ നീട്ടത്തക്ക വിധത്തിൽ പ്രേരിപ്പിച്ച ഘടകമേതാണ്? ആ ഘടകം തന്നെയാണ് പാസ്റ്റർ സുരേഷിനെ ഈ ഗ്രൗണ്ടിൽ യോഗം വയ്ക്കാൻ പ്രേരിപ്പിച്ചതെങ്കിൽ ചില വ്യക്തികളുടെ ആളത്വങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ദൈവാത്മാവ് രാത്രി പറയുന്നു, മരണദൂതൻ നിന്റെ മുഖത്ത് മൂടുന്നതിന് മുൻപ് ഈ രാത്രി അനുതപിക്കാൻ ദൈവം തന്ന അവസരം അവഗണിക്കരുത്. ഇത് കളിയല്ല. അനർത്ഥദൂതൻ നിന്റെ പിൻപിൽ നിൽക്കുന്നു. യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി വിടുതലിനായി ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവമക്കൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകട്ടെ. സ്വർഗം ഇന്ന് രാത്രി പ്രവർത്തിക്കാൻ എഴുന്നേൽക്കുന്ന രാത്രിയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഓർക്കണം, എന്താണ് യേശു ഈ പറഞ്ഞ സംഭവം? ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ചരിത്രപ്രസിദ്ധമായ ഒരു ഉപമ യേശു പറയുന്നത്. ആ ഉപമ ഇങ്ങനെയാണ്. ഒരു മനുഷ്യന് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷമുണ്ടായിരുന്നു. അവനതിൽ ഫലം തിരഞ്ഞു വന്ന് കണ്ടില്ല താനും. അവൻ തോട്ടക്കാരനോട്, ഞാനിപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരയുന്നു, കാണുന്നില്ല, വെട്ടിക്കളക, അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. തോട്ടക്കാരൻ അവനോട്, കർത്താവേ, ഒരാണ്ട് കൂടെ നിൽക്കട്ടെ, ഞാനതിനെ കിളച്ചു വളമിടുവോളം. മേലാൽ കായ്ക്കുന്നില്ലെങ്കിൽ വെട്ടിക്കളയാം. ഇന്ന് രാത്രി ഈ പ്രതലത്തിൽ ചില വ്യക്തികൾക്ക് നേരെ മുഴക്കേണ്ടതിന് ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ദൂത് ഞാൻ വിളിച്ചു പറയട്ടെ. ആയുസ്സിന് നേരെ ഉയർന്നു നിൽക്കുന്ന കോടാലിയുടെ ഗൗരവം തിരിച്ചറിയാതെ ഈ ദൂതിന് മുൻപിൽ പലരും നിസ്സംഗരായി നിലകൊള്ളുമ്പോൾ വരാൻ തുടങ്ങുന്ന അനർത്ഥത്തെ കാണുന്ന യേശുവിൻ്റെ കണ്ണുകൾ ചില വ്യക്തികൾക്ക് ഇന്ന് രാത്രി മുന്നറിയിപ്പ് നൽകുന്ന രാത്രിയാണ്. നിൻ്റെ ജീവന് നേരെ ഉയർന്നു നിൽക്കുന്ന ബന്ധനങ്ങളെ അഴിച്ചുവിട്ട് നിനക്ക് സ്വാതന്ത്ര്യം തരാൻ ആ കരം ഈ രാത്രി ഇവിടെ ബലത്തോടെ ഉയർന്നു നിൽക്കുകയാണ്. ആത്മാവിൽ പോരാടുന്ന ദൈവമക്കൾ പ്രാർത്ഥിച്ചു തുടങ്ങുന്ന രാത്രിയാകണം. പരിശുദ്ധാത്മാവ് രാത്രി പറയുന്ന ഒരു സാധാരണ രാത്രിയല്ല. ഇത് ചില വ്യക്തികളുടെ അനുതാപത്തിൻ്റെ രാത്രിയാണ്. അനുതപിക്കാൻ ദൈവം തന്ന അവസരങ്ങളെ അവഗണിക്കരുത്. തേജസ്സിൻ്റെ കരം ചില വ്യക്തികളെ തൊടാനായിട്ട് ഇന്ന് രാത്രി താല്പര്യപ്പെടുകയാണ്. വളരെ ശ്രദ്ധയോടുകൂടെ നിങ്ങളുടെ കണ്ണുകൾ ഈ വചനത്തിൻ്റെ ആഴങ്ങളിലേക്കൊന്ന് ഇറങ്ങുന്ന രാത്രിയാകട്ടെ. ഞാൻ പറയട്ടെ, യേശു ഇത് പ്രവചിക്കുമ്പോൾ ഈ 2 സംഭവങ്ങളുടെ മുൻപിലുള്ള മരണം അല്ല, ഇതിന് തൊട്ടു മുൻപിൽ അതിഗുരുതരമായ യേശു ആത്മാവിൽ കാണുകയാണ്. AD 30 ഇവൻ പറയുന്നതെങ്കിൽ ഈ അത്തിയുടെ ചുവട്ടിൽ കോടാലി വീഴുന്നത് പോലെ ഈ ജനത വെട്ടിമാറ്റപ്പെടാൻ തുടങ്ങുന്നത് പ്രവചന കണ്ണുകൊണ്ട് യേശു കാണുകയാണ്. ലോകഗതിയുടെ നാഴികക്കല്ലും മനുഷ്യചരിത്രത്തിൻ്റെ നട്ടെല്ലും കാലഗതിയുടെ കാതലുമായ യഹൂദജാതിയുടെ ചരിത്രത്തിലെ AD 70 ആക്രമണത്തിൻ്റെ ഭീകരത ആത്മക്കണ്ണുകൾ കൊണ്ട് കണ്ടുകൊണ്ട് പ്രവചനാത്മാവിൽ യേശു പറയുന്നു. ഇന്ന് രാത്രി ഓർക്കണം, ടൈറ്റസിൻ്റെ സൈന്യം യെരുശലേമിന് നേരെ വന്നു. 13,56,000 അരിഞ്ഞു വീഴ്ത്തി.
കുതിരയുടെ കടിവാളങ്ങളോളം ചോരപ്പുഴ ഒഴുകി. എന്തിന്? അന്റോണിയ കോട്ടയ്ക്കടുക്കൽ നിൽക്കുമ്പോൾ സൈന്യം ടൈറ്റസിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഈ ദേവാലയം എൻ്റെ പിടിച്ചടക്കലിൻ്റെ സ്ഥിര സ്മാരകമാക്കി നിർത്തണം എന്നുള്ള താല്പര്യത്തിൽ അനൗൺസ് ചെയ്തെങ്കിലും ഒരു പടയാളി ഒരു അരക്കു പന്തം കയ്യിലെടുത്ത് ദേവാലയത്തിൻ്റെ മകുടക്കൂടിന് നേരെ ചുഴറ്റിയെറിഞ്ഞു. ദേവാലയത്തിൻ്റെ മകുടക്കൂടിൽ ദേവദാരുത്തടിയിൽ ചെന്ന് ഈ ദേവദാരുത്തടിയുടെ കൂട്ടിലേക്ക് ചെന്ന് ഈ പന്തം പറന്നു പറ്റി. അത് കത്തുന്നത് കണ്ടുകൊണ്ട് ടൈറ്റസ് വിളിച്ചു പറഞ്ഞു, ആന്റിക്വിറ്റേഴ്സിൽ കുറിച്ചിരിക്കുകയാണ്, തീ കെടുത്ത് ഇതെൻ്റെ സ്മാരകമാക്കി നിർത്തണം. ഉടനെ തീ കെടുത്താൻ വിപ്ലവകാരികൾ ഉണ്ടെന്നറിയാതെ സൈന്യം അകത്തോട്ട് ഓടിക്കയറുകയും വിപ്ലവകാരികൾ യസേന്യർ, കഠാരക്കാർ, ഇവർ ഇസ്രയേൽ അകത്ത് പതിയിരുന്നവർ റോമൻ സൈന്യത്തിൻ്റെ മേൽ ചാടി വീണു. യുദ്ധം തുടങ്ങി. 5000-ഓളം ജഡങ്ങൾ ചിതറി വീണു. തുടർന്ന് നടന്ന തീപ്പന്തമേറിൽ ദേവാലയം ഒരു പൊട്ടിത്തെറിയോടെ ഇരുത്തിക്കത്തുമ്പോൾ, സ്ത്രീകളും കുഞ്ഞുങ്ങളും നിലവിളിയോടെ ഉരുകിത്തീരുമ്പോൾ കർത്താവിൻ്റെ വചനം നിവർത്തിയായി എന്ന് മാത്രമല്ല, നിങ്ങൾ ഓർക്കണം, തലമുടി പിച്ചിപ്പറിച്ച് ഉടവാൾ വലിച്ചെറിഞ്ഞുകൊണ്ട് ടൈറ്റസ് എന്ന സൈന്യാധിപൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: അയ്യോ ദൈവമേ, നശിപ്പിക്കരുതെന്ന് ഞാൻ കൽപ്പന കൊടുത്തു, നശിപ്പിക്കൂ എന്ന് നീ കൽപ്പന കൊടുത്തു. എൻ്റെ കൽപ്പനയല്ല ജയിച്ചത്, നിന്റെ കൽപ്പനയാണ് ജയിച്ചത്. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയുക, ആരൊക്കെ ഇടിക്കരുതെന്ന് പറഞ്ഞാലും എൻ്റെ ദൈവം ഇടിക്കാൻ കൈ ഉയർത്തിയാൽ പണിയാൻ കഴിവുള്ള ഒരുത്തനും ഇവിടെ ഇല്ലെന്നും, എന്നാൽ എൻ്റെ ദൈവം പണിയാൻ കരമുയർത്തിയാൽ ഇടിക്കാൻ ശേഷിയുള്ള ഒരുത്തനും ഇവിടെ ഇല്ലെന്നും ആത്മാവിൽ ബോധ്യമുള്ള ദൈവമക്കൾ പറയണം. വരാൻ തുടങ്ങുന്ന മഹാ അനർത്ഥത്തെ ആത്മാവിൽ കണ്ടുകൊണ്ട് യേശു പ്രവചിച്ചു പറയുകയാണ്, ഇതൊരു ചെറിയ രംഗം മാത്രമാണ്, ഇതിൽ വലുത് വരാൻ തുടങ്ങുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഗൗരവമായി ചിന്തിക്കുക. ഇതൊരു സാധാരണ രംഗമല്ല. കോടാലി വീഴുന്നതിന് മുൻപ് കരയാൻ സമയമെടുക്കുക. അതാണ് ദൈവാത്മാവ് ക്ഷണിക്കുന്ന സന്ദേശം. ഇന്ന് രാത്രി ഈ ദൂത് കേൾക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഈ അത്തിയെക്കുറിച്ചുള്ള ചില വസ്തുതകളൊന്ന് പറഞ്ഞ് നിർത്താം. ഒന്ന്, ഈ അത്തി സാധാരണ അത്തിയല്ല, ഇത് പദവി നേടിയ അത്തിയാണ്. രണ്ട്, ഈ അത്തി സാധാരണ അത്തിയല്ല, ഈ അത്തി സ്ഥാനം അലങ്കരിക്കുന്ന അത്തിയാണ്. മൂന്ന്, ഈ അത്തി സാധാരണ അത്തിയല്ല, ഇതിന് ഉടമസ്ഥൻ ഉള്ള അത്തിയാണ്. നാല്, ഈ അത്തി സാധാരണ അത്തിയല്ല, ഈ അത്തി ഉത്തരവാദിത്വം ഉള്ള അത്തിയാണ്. ഈ അത്തി സാധാരണ അത്തിയല്ല, ഇതിനെക്കുറിച്ചുള്ള പ്രതീക്ഷയുള്ള അത്തിയാണ്. ഈ അത്തി സാധാരണ അത്തിയല്ല, ഇതിന് കിളച്ചു വളമിടിയിൽ ഏറ്റുവാങ്ങുന്ന അത്തിയാണ്. ഇല്ല, ഈ അത്തി സാധാരണ അത്തിയല്ല, ഇതിന് ആയുസ് നിർണയിക്കപ്പെട്ടിരിക്കുന്ന അത്തിയാണ്. ഈ അത്തി സാധാരണ അത്തിയല്ല, ആയുസ് നിർണയിക്കപ്പെട്ട സമയത്തിനുള്ളിൽ ഫലമില്ലെങ്കിൽ കോടാലി വീഴുന്ന ദിവസങ്ങൾ പ്ലാൻ ചെയ്യപ്പെട്ട അത്തിയാണ് ഈ നിൽക്കുന്ന അത്തി. അങ്ങനെയെങ്കിൽ ഇത് കേവലം മരമല്ല, ഇവിടെ നിന്ന് ആരാധിക്കുന്ന ഞാനും നീയുമാണ് എന്നിന്ന് രാത്രി നിന്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് രാത്രി ആലോചന വിളിച്ചു പറയുകയാണ്. ഏറ്റെടുക്കാൻ കഴിവുള്ളവർ ഈ രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ ദൈവത്തിന് മഹത്വം അർപ്പിച്ചുകൊണ്ട് രണ്ട് കൈകളും ദൈവസന്നിധിയിൽ ഉയർത്തിപ്പിടിച്ച് ശബ്ദം ഉയർത്തിക്കൊണ്ട് പറയണം, കർത്താവേ, എൻ്റെ മേൽ പോരാ പോരാ പോരാ, എൻ്റെ മേൽ കോടാലി വീഴുന്നതിന് മുൻപ്, ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ, എൻ്റെ മേൽ കോടാലി വീഴുന്നതിന് മുൻപ്, എൻ്റെ ജീവൻ്റെ മേൽ മരണത്തിൻ്റെ തണുത്ത കരങ്ങൾ തലോടുന്നതിന് മുൻപ്, എൻ്റെ ആയുസ്സിനെ മുറിക്കാൻ മരണദൂതൻ്റെ കരങ്ങളിലേക്ക് എന്നെ വലിച്ചെറിയുന്നതിന് മുൻപ്, ഇന്ന് രാത്രിയിലത്തെ സന്ദേശത്തിൻ്റെ മുൻപിൽ ഞാൻ കിടക്ക വിട്ട് എഴുന്നേൽക്കുന്നത് പോലെ അതിശക്തമായ ആത്മപ്രവാഹത്താൽ കുതിച്ചുയരേണ്ടതിന് ഒരു പുതിയ ശക്തി എൻ്റെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനം ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഈ രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കളിൽ ചിലരോട് പരിശുദ്ധാത്മാവ് ആലോചന വിളിച്ചു പറയുന്നു. നിർണയിക്കപ്പെട്ട ആയുസ്സിനുള്ളിൽ മരണത്തിൻ്റെ കരങ്ങൾ തലോടാതിരിപ്പാൻ ജീവന്റെ മേൽ അധികാരമുള്ളവന്റെ മുൻപിൽ ഈ രാത്രി കവിണ വീഴട്ടെ. കോടാലി വരും മുൻപ് അനുതപിക്കാൻ ദൈവാത്മാവ് ക്ഷണിക്കുകയാണ്. ദൈവത്തിന് മഹത്വം. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ അത്തിയുടെ ഒന്നാമത്തെ പ്രത്യേകത ഞാൻ പറയാം. ഈ അത്തി പദവി നേടിയ അത്തിയാണ്.
ഇന്ന് രാത്രി പറയട്ടെ, ഞാൻ സാധാരണക്കാരനല്ല, ഞാൻ പദവി നേടിയ ദൈവ പൈതലാണെന്ന് പറയാൻ പ്രാഗൽഭ്യമുള്ള എത്ര പേരിവിടെയുണ്ട്? ദൈവത്തിന് മഹത്വം. കഴിഞ്ഞ രാത്രിയിൽ കേരളത്തിലെ 100 കണക്കിന് 1000 കുടുംബങ്ങൾ എൻ്റേതെന്ന് പറഞ്ഞ് കയറി ചെല്ലാൻ ഒരു വീടില്ലാതെ ടെറസിൻ്റെ വല്ല കടയുടെ തിണ്ണയുടെ മുൻപിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വിരിച്ചതിൻ്റെ കീഴിലോ ചെറ്റക്കുടിലുകളിലോ അല്ലെങ്കിൽ ദൈവത്തിന് സ്തോത്ര പാലത്തിനടിയിലോ അന്തി ഉറങ്ങിയപ്പോൾ എൻ്റെ ഭർത്താവിനോടും എൻ്റെ ഭാര്യയോടും എൻ്റെ കുഞ്ഞുങ്ങളോടും കൂടെ എൻ്റെ വീട്ടിൽ പാർക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകിയത് അതെൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ ദൈവം എനിക്ക് അനുവദിച്ച പദവിയാണെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഈ രാത്രി ശബ്ദം ഉയർത്തി കർത്താവിന് മഹത്വമർപ്പിക്കണം. ഇവിടെ നിന്ന് രാത്രി സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തി RCC ക്യാൻസർ സെൻ്ററിലേക്കൊന്ന് നോക്കണം. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ നിരവധി ആളുകൾ മാരകമായ ക്യാൻസറിന് വിധേയമായി മരണത്തെ മുഖാമുഖം കണ്ട് ഇഞ്ചിഞ്ചായി മരിച്ചു കഴിയുമ്പോൾ നിന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും നിന്റെ കാലിനെ ഇടർച്ചയിൽ നിന്നും നിന്റെ ജീവനെ മരണത്തിൽ നിന്നും സൂക്ഷിച്ച് ഒരു പ്രാവശ്യം കൂടെ ജീവൻ്റെ വചനം കേൾക്കാൻ ഇവിടെ നിന്നെ എത്തിച്ചത് നിന്റെ രക്തത്തിൻ്റെ പ്രതിരോധ ശേഷിയുടെ കൂടുതൽ കൊണ്ടല്ല, എൻ്റെ ദൈവം നിനക്ക് അനുവദിച്ച കരുണയുടെ ദിവസങ്ങളുടെ ഗൗരവമാണ് എന്ന് ആത്മാവിൽ തിരിച്ചറിയാൻ കഴിയുന്നെങ്കിൽ പോരാ, ഇവിടെ ഇരുന്ന് ശക്തമായി കർത്താവിനെ ആത്മാവിൽ ആരാധിക്കുന്ന രാത്രിയാകണം. ഞാൻ ചോദിക്കട്ടെ, 25,000 കോടി നാഡീകോശങ്ങളും 15,000 ഇന്നർ ക്രോസ് കണക്ഷനുമുള്ള 1.5 കിലോ ഭാരമുള്ള ഈ തലച്ചോറെന്ന ന്യൂറോൺ ഘടകത്തിനകത്ത് ഒരു മുട്ടുസൂചിയുടെ വലിപ്പത്തിലെ ക്ലോട്ടിങ് വീണിരുന്നെങ്കിൽ സ്തോത്രമെന്ന് മൊത്തം പറയാൻ കഴിയാതെ വല്ല ശ്വാസരം എന്ന് മാത്രം പറഞ്ഞ് ഒരു വിറക് കൊള്ളി പോലെ കട്ടിലേക്ക് കിടക്കേണ്ട നിന്നെ നിരവധി പ്രാവശ്യം ശരീരത്തിൽ ബലഹീനത ഉണ്ടായിട്ടും ജീവൻ്റെ മേൽ പിടിമുറുക്കാതെയും മരണദൂതൻ്റെ കരങ്ങൾ നിന്റെ മേൽ മുറുകാതെയും ആരോഗ്യത്തോടെ ഇന്ന് രാത്രി ഇവിടെ എത്തിച്ചത് നിന്റെ കുടുംബ പാരമ്പര്യത്തിൻ്റെ മഹിമയല്ല, ഇന്ന് രാത്രി എനിക്കെൻ്റെ ദൈവം എന്ന പദവിയാണ് എന്ന ബോധ്യമുള്ള ദൈവമക്കൾ ശബ്ദം ഉയർത്തി കർത്താവിനെ ആത്മാവിൽ ആരാധിക്കണം. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജയം, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജയം. ഞാനിന്ന് രാത്രി ആത്മാവിൽ ചോദിക്കട്ടെ, 335 ഗ്രാം തൂക്കം, മുഷ്ടിയുടെ വലിപ്പമുള്ള ഹാർട്ട് എന്ന ഒരു കൊച്ചു പമ്പ് ഇടനെഞ്ചിൽ നിന്ന് ഇടപെടാതെ ഇടിക്കുന്നത് കൊണ്ടല്ല ഇവിടുന്ന് സ്തോത്രം പറയുന്നത്. ഒരിടുപ്പിൽ 2.5 ഔൺസ് രക്തം, 1 മിനിറ്റിൽ 72 തവണ ഒരിടുപ്പിൽ 2.5 ഔൺസ് രക്തം അകത്തോട്ട് പമ്പ് ചെയ്യുമെങ്കിൽ 70 വയസ്സ് പിന്നിട്ട ഒരാൾ ഇതിനകത്തുണ്ടെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ, 250 കോടി വട്ടം ഈ മാംസസഞ്ചി ഇടിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ രാത്രി നീ ഗാഠമായി ഉറങ്ങിയപ്പം നിന്റെ ജീവൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഇവൻ ഇടനെഞ്ചിനകത്ത് പണി നടത്തുകയായിരുന്നു. എന്നാൽ ഒരു വേള പോലും പണി മുടക്കാൻ അനുവദിക്കാതെ ഇന്ന് രാത്രിയും തുറന്ന ഹൃദയത്തോടെ ഈ ജീവൻ്റെ വചനം കേൾക്കാൻ ഇവിടെ കൊണ്ടുവന്നിരുത്തിയത് നിന്റെ കഴിവ് കൊണ്ടല്ല, യേശുവിൻ്റെ നാമത്തിൽ ജയം. ഈ രാത്രി ചില വ്യക്തികളോട് ആഴത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്ന ദൈവത്തിൻ്റെ ദൂതാണ്. നിനക്ക് മേൽ ആധിപത്യം പുലർത്തുന്ന രോഗശക്തികൾ എത്രയോ പ്രാവശ്യം നിന്നെ മരണത്തിലേക്ക് വലിച്ചിഴക്കത്തക്ക വിധം ശരീരത്തെ വിട്ടുകൊടുക്കാൻ അവസരത്തിൻ്റെ മുൻപിലെത്തിയിട്ടും നിന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, നിന്റെ കാലിനെ ഇടർച്ചയിൽ നിന്ന്, നിന്റെ ജീവനെ മരണത്തിൽ നിന്ന് സൂക്ഷിച്ച് ഈ രാത്രി യോഗത്തിൽ ദൈവം കൊണ്ടുവന്നത് എൻ്റെ ദൈവമേ നിന്റെ കൃപയൊന്നു മാത്രമെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ലജ്ജ കൂടാതെ ഈ രാത്രി വാ തുറന്ന് വിളിച്ചു പറയണം, ഞാൻ സാധാരണക്കാരനല്ല. നീ എവിടെ ജനിക്കണം, നിന്റെ മാതാപിതാക്കൾ ആരായിരിക്കണം, നിന്റെ വളർച്ചയുടെ ഘട്ടങ്ങൾ എങ്ങനെ തുടരണം, നിന്റെ വിദ്യാഭ്യാസ യോഗ്യത എവിടെ എത്തണം, നിന്റെ വരുമാന മാർഗം എന്താകണം, നിന്റെ ജീവിത പങ്കാളി ആരാകണം, നിന്റെ ജനനത്തിൻ്റെ മിനിറ്റുകൾക്കും നിന്റെ മരണത്തിൻ്റെ മിനിറ്റുകൾക്കുമിടയിൽ നീ കടന്നു പോകേണ്ട ജീവിത പാതയെ നേരത്തെ അറിഞ്ഞതിന് ശേഷം ആരോഗ്യത്തോടെ സ്വന്തം കാലിൽ നടന്നു വന്ന് വചനത്തിൻ്റെ മുൻപിലിരുന്ന ജീവൻ്റെ വചനം കേൾക്കാൻ ഒരു ഭാഗ്യം കൂടെ ദൈവം തന്നത് എൻ്റെ പദവിയല്ല, എൻ്റെ ദൈവം എനിക്കെന്ന കൃപ കൊണ്ടാണ് എന്ന് തിരിച്ചറിയുന്ന പ്രിയപ്പെട്ടവർ ഈ രാത്രി ലജ്ജ കൂടാതെ വാ തുറന്ന് വിളിച്ചു പറയണം, ഇത് സാധാരണ അത്തിയല്ല, ഇത് പദവി നേടിയ അത്തിയാണ്. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി, ദൈവത്തിന് മഹത്വം. ദൈവമക്കൾ ഇന്ന് രാത്രി ശ്രദ്ധിക്കണേ, ഒരുത്തന് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ട
നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം കേട്ടോ. കഴിഞ്ഞ പ്രളയകാലത്ത് വഴിവക്കിൽ പൊങ്ങി ഒഴുകിയ വെള്ളത്തിൽ നിന്നും വേരൂന്നി വളർന്ന അത്തിയല്ലിത്. കാക്കച്ചുണ്ടിൽ നിന്നും വന്യമായി വഴിവക്കിൽ വീണ് വേരുറച്ച അത്തിയല്ലിത്. ഒരുവൻ ദൗത്യ നിർവഹണത്തിൻ്റെ ഭാഗമായി അത് കൂടയിൽ കൊണ്ടുവന്ന് തൻ്റെ മുന്തിരിത്തോട്ടത്തിൻ്റെ നടുക്ക് ഒരു കുഴിയെടുത്ത് പ്രതലം തയ്യാറാക്കി വളമിട്ട് ഉറപ്പിച്ച് വെള്ളം കൊടുത്ത് വളർത്തി അത്തിയാണെങ്കിൽ എൻ്റെ ദൈവം എൻ്റെ മേൽ പകർന്ന തിരഞ്ഞെടുപ്പോർത്ത് ആരൊക്കെ സ്തോത്രം പറയാതെ വാപൂട്ടിയിരുന്നാലും എൻ്റെ മേൽ എൻ്റെ ദൈവം പകർന്ന തിരഞ്ഞെടുപ്പോർത്ത് ഈ രാത്രി ലജ്ജ കൂടാതെ ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കുമെന്ന് പറയാൻ ഭാഗ്യവും അനുഗ്രഹവും പ്രാപിച്ച ദൈവമക്കൾ ഈ രാത്രി വിളിച്ചു പറ, ഞാൻ സാധാരണക്കാരനല്ല, ഞാൻ പദവി നേടിയ ദൈവവൈതലാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുമോ? ഇനി മറ്റൊന്ന്, ഇത് സ്ഥാനമലങ്കരിക്കുന്ന അത്തിയാണ്. ശ്രദ്ധിക്കണേ, ഇത് സാധാരണ അത്തിയല്ല, ഇത് സ്ഥാനമലങ്കരിക്കുന്ന അത്തിയാണ്. ഒരുത്തന് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം എന്ന് പറഞ്ഞാൽ യഹൂദൻ്റെ ഭൗതികതയുടെ പ്രതീകമാണ് അത്തി, അവൻ്റെ ആത്മീയതയുടെ പ്രതീകമാണ് മുന്തിരി. മുന്തിരി എന്ന പ്രതലത്തിലാണ് ഭൗതികതയുടെ അത്തി നട്ടിരിക്കുന്നത്. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കാം, മുന്തിരി എന്ന പ്രതലത്തിലാണ് അത്തി എന്ന ഭൗതികത നട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിൻ്റെ ആത്മീയതയിലാണ് നിൻ്റെ ഭൗതികതയുടെ അടിത്തറ പാകിയിരിക്കുന്നത്. റബ്ബറിൻ്റെ വിലയല്ല നിൻ്റെ വരുമാനത്തെ നിശ്ചയിക്കുന്ന സ്രോതസ്. ഷെയർ മാർക്കറ്റിൻ്റെ ധനമല്ല നിൻ്റെ വരുമാനത്തെ നിശ്ചയിക്കുന്ന സ്രോതസ്. നീ മുട്ടുമടക്കിയിരിക്കുന്ന ഇടത്ത് നിനക്ക് വേണ്ട നന്മയെ കാക്കച്ചുണ്ടിൽ ഏലിയാവിന് വിളമ്പിയതുപോലെ എൻ്റെ ദൈവം കൊണ്ടുവന്ന് തന്ന സമയങ്ങളെ ഒന്ന് നന്ദിയോടെ ഓർക്കാൻ കഴിയുന്ന ദൈവപൈതൽ ഇവിടെ ഉണ്ടെങ്കിൽ പോരാ 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 പോരാ. ദൈവത്തിന് സ്തോത്രം. ഇറച്ചി തിന്നാൽ കൊടല് പൊട്ടിയാലും കൊടുക്കാത്ത കാക്ക എന്ന ക്രാരവനാദം ഉയർത്തുന്ന ഈ ജീവിയുടെ ചുണ്ടിൽ ഈ ഇറച്ചി വെച്ചു കൊടുത്തപ്പോൾ അതിൻ്റെ തലയ്ക്കകത്ത് GPS സിസ്റ്റം സെറ്റ് ചെയ്ത് അതിനെ ഈ കെരീത്തിൻ്റെ കരയിലോട്ട് വഴിതിരിച്ചു വിട്ട ഒരു കരമുണ്ടെങ്കിൽ ആ കരം തന്നെയാണ് എൻ്റെ ഭൗതികതയ്ക്ക് അടിത്തറയിട്ട് ആരോഗ്യത്തോടെ ഇന്ന് രാത്രി വരെ പട്ടിണി കൂടാതെ എന്നെ നടത്തിയിരിക്കുന്നത് എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ പറയണം. ഇത് സാധാരണ അത്തിയല്ല, ഇത് പദവി നേടിയ അത്തിയാണ്. ഗ്ലോറി, ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. ഇനിയും മൂന്നാമത്തെ ശ്രദ്ധിക്കണം, ഇത് സ്ഥാനമലങ്കരിക്കുന്ന അത്തിയാണ് എന്ന് പറഞ്ഞാൽ ഒരുത്തന് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന അത്തി. ഇതിനൊരു ഉടമസ്ഥനുണ്ട്. ഒന്ന് കരമുയർത്തി പറഞ്ഞ്, ഞാൻ സാധാരണക്കാരനല്ല, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കത്തക്ക വിധം അവൻ്റെ കരം എനിക്ക് വേണ്ടി ഉയരുന്നത് എനിക്കൊരു ഉടമസ്ഥനുള്ളത് കൊണ്ടാണ്. നിൻ്റെ ജീവന് നേരെ, നിൻ്റെ ശുശ്രൂഷയ്ക്ക് നേരെ, നിൻ്റെ വാഗ്ദത്തത്തിന് നേരെ, നിൻ്റെ അഭിഷേകത്തിന് നേരെ, നിൻ്റെ താലന്തുകൾക്ക് നേരെ ഉയർന്ന വലിയ വെല്ലുവിളികൾ നിൻ്റെ ജീവനെ തകർക്കാൻ പോരാടിയെങ്കിലും നിന്നെ കൈവിട്ട് കളയാൻ അനുവദിക്കാതെ ഇന്ന് രാത്രിയും ആരോഗ്യത്തോടെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത് നീ പ്രാർത്ഥിക്കാൻ മറന്ന സമയം, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരെയൊക്കെയോ എവിടൊക്കെയോ എഴുന്നേൽപ്പിച്ച് നിൻ്റെ കുടുംബത്തിൽ വരാൻ തുടങ്ങുന്ന അനർത്ഥങ്ങളെ വെട്ടിമാറ്റിയ ദൈവത്തിൻ്റെ കരത്തിൻ്റെ കരുതലാണെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ പറയണം. അതെ, പറയണം. അന്യഭാഷയിൽ പോരാടാൻ ദൈവ കൃപ തന്നിരിക്കുന്ന ദൈവമക്കൾ ഈ ഗ്രൗണ്ടിൽ അന്യഭാഷയിൽ പോരാടി പ്രാർത്ഥിക്കുന്ന രാത്രിയാകട്ടെ. പരിശുദ്ധാത്മാവി ദൂതിലൂടെ ഇന്ന് രാത്രി ഇടപെടുകയാണ്. ചോദിക്കാനും പറയാനും ആളില്ലാത്ത അഗതി അല്ല നീ. കരയുന്ന ഇടത്ത് നിനക്ക് വേണ്ടി കരുതാൻ എൻ്റെ ദൈവത്തിൻ്റെ ഭണ്ഡാരം ഇന്ന് രാത്രി ഉയർന്നു നിൽക്കുന്നുണ്ട്. തിരിച്ചറിയുന്ന ദൈവമക്കൾ പറ, ഞാൻ സാധാരണക്കാരനല്ല, ഞാൻ സാധാരണക്കാരനല്ല. എൻ്റെ ദൈവം എനിക്ക് തന്ന കരുതലോർക്കുമ്പോൾ എനിക്കൊരു ഉടമസ്ഥനുണ്ട്. ദൈവത്തിന് മഹത്വം. പ്രിയപ്പെട്ടവരെ, രണ്ടാം ലോക മഹായുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭക്തനായ ദൈവദാസൻ ഒരു കപ്പലിൻ്റെ റൂമിൽ വിശ്രമിക്കുകയാണ്. അർദ്ധരാത്രിയിൽ ആരോ ഇദ്ദേഹത്തെ തട്ടി വിളിക്കുന്നത് പോലെ, എഴുന്നേറ്റിരുന്ന് നിന്റെയും സഹയാത്രികരുടെയും സുരക്ഷിതത്വത്തിനായി പ്രാർത്ഥിക്കുക. ഞാൻ ഇന്ന് രാത്രി ദൂത് പറയാം. പ്രാർത്ഥിക്കാൻ ആവശ്യമില്ലാത്ത സമയം, പ്രാർത്ഥിക്കാൻ നിനക്കൊരന്തർനിയോഗം കിട്ടുന്നുണ്ടെങ്കിൽ ഏതോ അനർത്ഥത്തെ ഒഴിവാക്കാൻ എൻ്റെ ദൈവം നിൻ്റെ മുൻപിൽ പ്രവർത്തിക്കാൻ പോകുന്നെന്ന് ആത്മാവിൽ തിരിച്ചറിയണം. അല്പമിനിറ്റുകൾ ശക്തമായി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് കിടന്നുറങ്ങി. ഉറക്കം തുടങ്ങുമ്പോൾ
ആ കപ്പലിൻ്റെ അസിസ്റ്റൻ്റ് ക്യാപ്റ്റൻ തൻ്റെ സ്നേഹിതനായിരുന്നു. വാതുക്കൽ വന്ന് മുട്ടി വിളിച്ചോ പറഞ്ഞു, സാർ 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 എഴുന്നേൽക്കണം സാർ, നമ്മൾ രക്ഷപ്പെട്ടു. കഥക് തുറന്നപ്പോൾ ചോദിച്ചു, എന്താ സംഭവിച്ചത്? ഈ കപ്പലിൻ്റെ മുകളിലെ കാക്കക്കുടന്ന നിരീക്ഷണ ഗോപുരത്തിൽ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ പ്ലാസ്റ്റിക് അവശിഷ്ടം ബലൂണ് പോലെ വീർത്തത് ഈ കടലിൽ ഒഴുകി നടക്കുന്നത് കണ്ടു. അത് നമ്മുടെ കപ്പലിനെ തൊട്ടില്ല എന്ന മട്ടിൽ ഒഴിഞ്ഞുപോയി. എന്നാൽ അതൊരു ബോംബായിരുന്നു. അത് പുറകെ വന്ന കപ്പലുമായി ഉരസി അത് പൊട്ടിത്തെറിച്ച് രണ്ടായി മുറിഞ്ഞ് സമുദ്രത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മെ രക്ഷപ്പെടുത്തിയത് ദൈവമാണ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവൈതലേ, നീ ഈ രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ നിലവിട്ടൊന്ന് നിലവിളിച്ചാൽ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്യുവാൻ കഴിവുള്ള ദൈവകരം ഇതിൻ്റെ പുറകിൽ ഉയർന്നു നിൽക്കുന്നു എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ശബ്ദം ഉയർത്തി പറയണം, ഞാൻ സാധാരണക്കാരനല്ല, ഞാൻ സാധാരണക്കാരനല്ല. നിന്റെ വാഗ്ദത്തത്തിനെതിരെ, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ കഴുകുമരം ഒരുക്കി ഡേറ്റും നിശ്ചയിച്ച് വിലയും പരിശോധിച്ച് പദ്ധതികൾ ആസൂത്രണം ചെയ്ത് ഹാമാനെ, നീ എത്ര പ്രബലനാണെങ്കിലും നിനക്ക് കഴുകുമരം ഉണ്ടാക്കാനേ കഴിയൂ. എന്നാൽ ഏത് കഴുത്ത് വേണം അതിൽ കയറി കുരുങ്ങാനെന്ന് എൻ്റെ ദൈവം അനുവദിക്കാതെ സംഭവിക്കില്ല എന്ന ബോധ്യമുള്ള ദൈവമക്കൾ ഈ ഗ്രൗണ്ടിൽ പറയണം, ഞാൻ സാധാരണക്കാരനല്ല, ഞാൻ പദവി നേടിയ ദൈവവൈതലാണ്. എനിക്കൊരു ഉടമസ്ഥനുണ്ട്. ഒരു മന്ത്രപ്രയോഗത്തിനും ഒരു ക്ഷുദ്രവാദത്തിനും ഒരു ആഭിചാരത്തിനും ഒരു ബന്ധനത്തിനും ഒരു ശാപത്തിൻ്റെ കെട്ടുകൾക്കും തകർക്കാൻ കഴിയാത്ത ഒരു സുരക്ഷിതത്വത്തിനകത്താണ് എൻ്റെ ഉടമസ്ഥനെ നിർത്തിയിരിക്കുന്നത്. ഞാൻ സാധാരണക്കാരനല്ല, എനിക്കെൻ്റെ ദൈവം എന്ന പദവി മാത്രമല്ല, എനിക്കൊരു സുരക്ഷിതത്വം കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. നോക്കുക, സ്ഥാനമലങ്കരിക്കുന്ന അത്തി, പദവി നേടിയ അത്തി, ഉടമസ്ഥനുള്ള അത്തി. ഈ അത്തിക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്, ഫലം കായ്ക്കുക. വരം കായ്ക്കുക എന്നല്ല, ഫലം കായ്ക്കുക. 1-ാം വർഷം ഉടമസ്ഥൻ വന്നു, ഫലം ഇല്ല. 2-ാം വർഷം ഉടമസ്ഥൻ വന്നു, ഫലം ഇല്ല. 3-ാം വർഷം ഉടമസ്ഥൻ വന്നു, ഫലമില്ല. ആ ജഡ്ജിയുടെ വിധി പ്രസ്താവന പോലെ അധരങ്ങളിൽ നിന്നും തീപാർന്ന വാക്കുകൾ പുറത്തു വരുന്നു, വെട്ടിക്കള, ഇതെന്തിന് നിലത്തെ നിഷ്ഫലമാക്കണം. കോടാലി അടുത്തു വരുമ്പോൾ ഇടയിലോട്ട് കയറി നിൽക്കുന്ന മധ്യസ്ഥൻ പറയുന്നു, കർത്താവേ, ഒരാണ്ട് കൂടെ നിൽക്കട്ടെ, മേലാൽ കായ്ച്ചെങ്കിലോ, കായ്ച്ചില്ലെങ്കിൽ വെട്ടിക്കളയാം. കഴിഞ്ഞ ബയോപ്സി റിപ്പോർട്ട് ക്യാൻസർ ആകാഞ്ഞത് നിന്റെ കഴിവ് കൊണ്ടല്ല. അർദ്ധരാത്രി യാമത്തിൽ ഹാർട്ട് അറ്റാക്ക് സംഭവിച്ച് നീ വെട്ടി വിറച്ച് വിയർത്തപ്പോൾ നീ ഹോസ്പിറ്റലിലെത്തി നിനക്കൊരു അല്പം കൂടെ ആയുസ്സിന് ദൈർഘ്യം കിട്ടിയത് നിന്റെ ശരീരശേഷിയുടെ ശക്തി കൊണ്ടല്ല. കിളച്ച് വളമിടാൻ, ഒന്ന് കരമുയർത്തി പറയാമോ, ഒന്ന് കിളച്ച് വളമിടാൻ ഒരാൾ ഇതിൻ്റെ പുറകിലുണ്ടായിരുന്നത് കൊണ്ടാണ് എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഈ രാത്രി ലജ്ജ കൂടാതെ വാ തുറന്ന് ശബ്ദമുയർത്തി പറയണം, എനിക്ക് കിളച്ച് വളമിട്ട് ദൈവത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. ഈ രാത്രി പറയട്ടെ, യൂറിൻ ക്ലോസറ്റിലേക്ക് വീഴുമ്പോൾ പതഞ്ഞുയർന്നാൽ അത് മൈക്രോ ആൽബുമിനൂറിയാണെന്നും അത് ചില വർഷങ്ങൾ തുടർന്നാൽ കിഡ്നി ബലഹീനതയിലേക്ക് നീങ്ങുമെന്നും അറിയാവുന്ന ആളുകൾ ഇന്നിവിടെയുണ്ട്. എന്നാൽ എത്രയോ നാളുകളായി ഈ പ്രതിസന്ധികൾ നിന്റെ ശരീരത്തിൻ്റെ കോശങ്ങളുടെ മേൽ കാർന്ന് തിന്മിൽ നടത്തിയിട്ടും നിന്റെ ജീവനെ മരണത്തിലേക്ക് തള്ളിവിടാതെ, നിന്നെ ഡയാലിസിസ് കിടക്കയിൽ എത്തിക്കാതെ ഇന്ന് രാത്രിയും ആരോഗ്യത്തോടെ ഈ ഗ്രൗണ്ടിലെത്തിച്ച് വചനത്തിൻ്റെ മുൻപിലിരുത്താൻ ദൈവം നിന്റെ മേൽ കൃപ പകർന്നത് നിന്റെ കുടുംബ പാരമ്പര്യത്തിൻ്റെ ശക്തിയല്ല കൂടപ്പറപ്പേ, നിന്റെ ശരീരത്തിലെ ജീനിൻ്റെ പിൻബലമല്ല സഹോദര, നിന്റെ തറവാടിൻ്റെ മഹത്വമല്ല. എൻ്റെ കർത്താവ് നിനക്ക് കിളച്ചു വളമിട്ടതുകൊണ്ടാ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഈ ഗ്രൗണ്ടിലിരിക്കുന്ന ആരോടൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി ശക്തമായി ദൂത് വിളിച്ചു പറയുന്നു, ആ ബൈക്കിൽ ഇരുന്ന് വീണപ്പോൾ നിന്റെ സ്പൈനൽ കോഡിൽ കൈവച്ച് തകർന്നു പോകാൻ അനുവദിക്കാതെ ദൈവം നിന്നെ ആരോഗ്യത്തോടെ നിർത്തിയെങ്കിൽ, കഴിഞ്ഞ ബയോപ്സി റിപ്പോർട്ട് ക്യാൻസറിലേക്ക് തള്ളിവിടാതെ ആ അനർത്ഥത്തെ ദൈവം വഴിവക്കിൽ നിന്ന് പിടിച്ചു മാറ്റിയെങ്കിൽ, കോവിഡിൻ്റെ ദുരന്തം ജീവൻ്റെ മേൽ കൈവച്ചെങ്കിലും അത് കധികരിക്കാതെ ആയുസ്സിനെ മരണത്തിൽ നിന്ന് ദൈവം വിടുവിച്ചെടുത്തെങ്കിൽ, ഇന്ന് രാത്രി ലജ്ജ കൂടാതെ ഇടം വലം ഇരിക്കുന്നവർ ആരൊക്കെ പരിഹസിച്ചാലും വാ തുറന്ന് ദൈവത്തിന് മഹത്വം
സമർപ്പിച്ചുകൊണ്ട് പറയണം, എൻ്റെ കഴിവല്ലിത്, എൻ്റെ ദൈവം എനിക്ക് തന്ന കരുതലാണ്. യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി ഇവിടെ വ്യാപരിക്കുമ്പോൾ, അവിടുത്തെ വചനത്തിൻ്റെ അധികാരം ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തിന് ആത്മാവ് ചില വ്യക്തികളെ ആഴത്തിൽ അവൻ്റെ ക്രിയ നടത്തി വിടുവിക്കുന്ന രാത്രിയാണ്. സാത്താന്യ ശക്തികൾ ചില ശരീരങ്ങളുടെ മേൽ ഉന്നം വെച്ചുകൊണ്ട് ചില മരണത്തിൻ്റെ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് അധികം താമസിക്കാതെ നിന്നെ വലിച്ചിഴയ്ക്കാൻ തുടങ്ങുന്ന രോഗത്തിൻ്റെ ബന്ധനങ്ങളെ ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കാതെ തന്നെ നിന്റെ ശരീരത്തിൻ്റെ കോശങ്ങളിൽ നിന്നും അകറ്റി മാറ്റിയിട്ട് നിനക്ക് കിളച്ച് വളമിടത്തക്ക വിധം ഒരു കരം ഇന്ന് രാത്രി ബലത്തോടെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. വഴിവക്കിൽ പോലും ദൈവസാന്നിധ്യം വ്യാപരിക്കുമ്പോൾ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ കാണട്ടെ, യേശു ഈ ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട്. യേശു ഈ ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട്. തേജസ് വാരി ഉടുത്തുകൊണ്ട് ഈ ഗ്രൗണ്ടിൽ കൂടെ അവൻ നടന്നു നീങ്ങുന്ന കാഴ്ച. യെസ്, ശബ്ദമുയർത്തി കാണുന്ന ദൈവമക്കൾ സ്തോത്രത്തോടെ ശബ്ദമുയർത്തി പ്രതികരിക്കണം. എൻ്റെ യേശു ഇന്ന് രാത്രി ഇവിടെ എത്തിയിട്ടുണ്ട്. ചില വ്യക്തികളുടെ മേൽ അവിടുത്തെ കരം വയ്ക്കുന്ന രാത്രിയാണ്. അലറി ഇരമ്പുന്ന കടൽ തിരമാലകളുടെ കൈക്കുമ്പിളിൽ ആടി ഉലയുന്ന പടകിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒറ്റ വാക്കിൽ പ്രകൃതിയെ നിലയ്ക്ക് നിർത്താൻ എൻ്റെ യേശുവിന് അധികാരമുണ്ടെങ്കിൽ ഈ രാത്രി അവന് മരണത്തിന്മേൽ അധികാരമുണ്ട്. കഴിഞ്ഞ ദീർഘവർഷങ്ങളായി ശരീരത്തെ മുറിവേൽപ്പിച്ച് ഒരു ഭ്രാന്തനെ പോലെ 6000 ദുർഭൂതങ്ങൾ കുടികൊള്ളുന്ന ദുരാത്മബാധിതനിൽ വ്യാപരിച്ച ദുരാത്മാവിനെ ഒറ്റ വാക്കിൽ പുറത്താക്കാൻ യേശുവിന് ശക്തി വ്യാപരിച്ചെങ്കിൽ പൈശാചിക ശക്തികളുടെ മേൽ അവൻ അധികാരമുണ്ട്. കഴിഞ്ഞ 12 വർഷമായി ചാറില്ലാത്തൊരു ചണ്ടി പോലെ രക്തം വാർന്നൊഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സാധു സ്ത്രീ അവളുടെ വിറയ്ക്കുന്ന കരം നീട്ടി യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ അവളുടെ ശരീരത്തിലേക്ക് രോഗശാന്തി ഇരച്ചു കയറിയെങ്കിൽ അവന് രോഗത്തിന്മേൽ രാത്രി അധികാരമുണ്ട്. അടുത്ത ചില മണിക്കൂറുകൾക്കുള്ളിൽ സെമിത്തേരിയിലേക്ക് എടുക്കേണ്ട ഒരു 12 വയസ്സുകാരി പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്ന് പറന്നകന്ന് പറുദീസയിൽ വിശ്രമിക്കുന്ന ആത്മാവിനെ അവളുടെ ശരീരത്തിലേക്ക് മടക്കി വരുത്താൻ യേശുവിന് അധികാരമുണ്ടെങ്കിൽ അവന് ഈ രാത്രി മരണത്തിന്മേൽ അധികാരമുണ്ട്. പ്രകൃതിയുടെ മേൽ അധികാരമുള്ള, രോഗത്തിന്മേൽ അധികാരമുള്ള, മരണത്തിന്മേൽ അധികാരമുള്ള, സാത്താൻ്റെ താവളങ്ങളുടെ മേൽ അധികാരമുള്ള, ശാപത്തിൻ്റെ കെട്ടുകളുടെ മേൽ അധികാരമുള്ള യേശു ഇന്ന് രാത്രി ഈ ആത്മീയ ശുശ്രൂഷയ്ക്ക് നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ ഈ രാത്രിയിൽ പറയുന്നു, ചില വ്യക്തികളുടെ മേൽ വെച്ചിരിക്കുന്ന മരണത്തിൻ്റെ ബന്ധനങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ അഴിച്ചു മാറ്റാൻ ആ കരം ബലത്തോടെ ചലിക്കുന്നു. മറക്കരുത്, ചില വ്യക്തികളുടെ മേൽ കോടാലി വീഴുന്നതിന് മുൻപ് അനുതപിക്കാൻ ദൈവാത്മാവ് വിളിക്കുന്ന രാത്രിയായി രാത്രി. ഓ, രക്തത്താൽ ജയം. അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ നിയോഗമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഈ ദൂത ഇന്ന് രാത്രി ഇവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ അതിനൊരായുസ് നിശ്ചയിച്ചു കഴിഞ്ഞു. 365 ദിവസം. പക്ഷേ പ്രതീക്ഷിക്കാത്ത സമയം ആയുസ് നിശ്ചയിച്ച അത്തിയുടെ മേൽ കോടാലി വന്ന് പതിക്കുന്ന ദിവസങ്ങൾ അടുത്തു വരികയാണ്. ഞാൻ ഈ പ്രസംഗം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചില വ്യക്തികളെ ചൂണ്ടി ദൈവാത്മാവ് പ്രവചിച്ചു പറയുന്നു, ഇന്ന് നിന്റെ കരച്ചിലിൻ്റെ രാത്രിയാകണം. കാരണം പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത അതിഥിയെപ്പോലെ നിന്റെ പിൻപിൽ കോടാലി നിൽക്കുന്നു. ആത്മാവി രാത്രി നിന്നെ കഴുകലിനായി ക്ഷണിക്കുന്നു. ക്രൂശിൻ്റെ ചുവട് നിന്റെ വിടുതലിൻ്റെ രാത്രിയാണ്. അവിടെ നിന്റെ കെട്ടഴിയും, അവിടെ നിന്റെ ബന്ധനം പൊട്ടിമാറും. ഈ പ്രാർത്ഥന നടക്കുമ്പോൾ ചില കുടുംബങ്ങളുടെ മേൽ വീഴാൻ തുടങ്ങുന്ന കോടാലിയെ സ്വർഗം അഴിച്ചു മാറ്റും. ഗ്ലോറി, ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, 92 സെപ്റ്റംബർ മഹാരാഷ്ട്രയിലെ ലത്തൂർ ജില്ലയിൽ ഒരു ഭൂകമ്പമുണ്ടായി. നോക്കി നിൽക്കെ 21 ഗ്രാമങ്ങൾ അപ്രത്യക്ഷമായി. 40,000-ഓളം പേർ മണ്ണോട് മണ്ണ് മാറി. അതിൻ്റെ ഭ്രംശരേഖകൾ തമിഴ്നാടിനെ കടന്ന്, ഗോവയെ കടന്ന്, കർണാടകയെ കടന്ന് ആലപ്പുഴ തീരം വരെ എത്തി. അവിടുന്ന് ഇടുക്കി മൈനാവ് മേഖല ഭൂകമ്പ പ്രഭവ കേന്ദ്രമായി മാറി. എന്തിന്? തലേ രാത്രിയിൽ ഉറക്കത്തിന് കയറിയപ്പോൾ ഓർത്തില്ല, പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ മണ്ണിനടിയിലായിരിക്കുമെന്ന്. നിങ്ങൾക്കറിയാമോ, ചെർണോബിൽ ആണവ റിയാക്ടർ ദുരന്തം സംഭവിക്കുന്നതിന് മുൻപ് ആരും ഓർത്തില്ല ആ ദുരന്തത്തിൻ്റെ ഭീകരത ഇത്ര വലുതായിരിക്കുന്നു. എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, ഭോപ്പാൽ വിഷവാതക ദുരന്തം ഓർമ്മയുണ്ടോ?
ഉറങ്ങാൻ കട്ടിൽ കയറിയപ്പോൾ ഓർത്തില്ല, അടുത്ത രാവിലെ ഉണരില്ല, ഇത് അന്ത്യ ഉറക്കമാണെന്ന്. കോടാലി വീണാൽ രക്ഷപ്പെടുത്താൻ ശക്തിയുള്ള ഒരാളും ഇവിടെയില്ല. എന്നാൽ എത്ര കൊടിയ അനർത്ഥത്തെയും ഒഴിവാക്കിക്കൊണ്ട് മരണത്തെ ഭയപ്പെടാതെ യേശുവിനെ ആലിംഗനം ചെയ്യാൻ ഏൽപ്പിച്ചു കൊടുത്താൽ നിന്റെ നിത്യത ഉറപ്പാക്കാൻ കഴിവുള്ള ദൈവശക്തി ഈ ഗ്രൗണ്ടിൽ വ്യാപരിക്കുകയാണ്. ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കണം, എൻ്റെ മേൽ ന്യായവിധിയുടെ കോടാലി വീഴരുത്. ഞാൻ ഒറ്റ കാര്യം ചോദിച്ച് അവസാനിപ്പിക്കട്ടെ. ഒന്നാം മരണമാണോ വലുത്? രണ്ടാം മരണമായ നിത്യ നരകമാണോ വലുത്? ഏതാ വലുത്? ആവർത്തിക്കുന്നു, ഒന്നാം മരണമാണോ വലുത്? രണ്ടാം മരണമായ നിത്യ നരകമാണോ വലുത്? രണ്ടാം മരണമായ നിത്യ നരകമാണ് വലുത്. ആ നിത്യ നരകത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കാൻ ഭാഗ്യം കിട്ടിയാൽ ഒന്നാം മരണത്തെ അവൻ ഭയപ്പെടില്ല. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ വിളിച്ചു പറയും, പട്ടും ധൂമ്രവർണ്ണവും ധരിച്ചു സുഖിച്ചു മതിച്ചു പുളച്ച് രസിച്ച് ഈ മണ്ണിൽ കഴിഞ്ഞതിന് ശേഷം ഒരു തുള്ളി വെള്ളത്തിനായി പിടയുന്ന നരകമാണ് നിന്നെ കാത്തിരിക്കുന്നതെങ്കിൽ നിന്നെ പോലെ അരിഷ്ടൻ മറ്റാരുമില്ലെന്നും, എന്നാൽ കുഷ്ഠരോഗത്തിൻ്റെ വ്രണം പൊട്ടി അളിഞ്ഞ് ചാകുന്ന ലാസറാണെങ്കിലും എൻ്റെ മരണം ഇന്ന് സംഭവിച്ചാൽ എൻ്റെ വിശ്രമം എൻ്റെ വീണ്ടെടുപ്പുകാരൻ്റെ മാർവിലാണെന്ന് ഉറപ്പ് പ്രാപിച്ച ഒരു ദൈവവൈതൽ ഇതിനകത്തുണ്ടെങ്കിൽ ഒന്നാം മരണമല്ല, രണ്ടാം മരണമാണ് ഭയങ്കരം. അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ ഭാഗ്യം കിട്ടിയാൽ അതാണ് ധന്യത. നിങ്ങൾക്കറിയാമോ വിനോദ് കൊലക്കേസ്? ഞാൻ ആ സംഭവം പറയുമ്പോൾ ആ മനുഷ്യൻ്റെ മാനസികാവസ്ഥ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുകയാണ്. ഒരു വീട്ടമ്മ 2.5 വയസ്സ് പ്രായമുള്ള തൻ്റെ മകൻ വിനോദിനെ വീടിൻ്റെ മുറ്റത്ത് കളിക്കാൻ വിട്ടിട്ട് അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. കണ്ണുവെട്ടി മോനെ കാണാനില്ല. ആ അമ്മ ഓടി മുറ്റത്തേക്ക് ഇറങ്ങി, മോനെ വിനോദേ വിളിച്ചു. വിളി കേൾക്കുന്നില്ല. അലറിക്കൂവി. നാട്ടുകാർ ഓടിക്കൂടി അന്വേഷണം ആരംഭിച്ചു. അരിച്ചു പറക്കി ഞെട്ടിപ്പിക്കുന്ന രംഗം കണ്ടു. അധികം വിദൂരമല്ലാത്ത സ്ഥലത്ത് ഒരു മുളങ്കാടിനകത്ത് ഈ 2.5 വയസ്സുകാരനായ ഓമനക്കുട്ടൻ്റെ കഴുത്ത് ഞെരിച്ചു കൊന്നിട്ട് കഴുത്തിലെ 2.5 പവൻ്റെ മാലയും മോഷ്ടിച്ച് ആ ഡെഡ് ബോഡി കിടക്കുന്നു. നാടിന് സഹിക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ വിസ്താരം 1968 വിയൂർ ജയിലിൽ ഈ മനുഷ്യനെ തൂക്കിലിടാൻ വിധിച്ചു. അയാൾ തൂക്കിലിടാൻ തൂക്കുകയർ കാത്ത സെല്ലിൽ കഴിയുമ്പോൾ ആ മുറിയിലേക്ക് ഒരു സുവിശേഷകൻ ചെന്നു. അദ്ദേഹം ഒരു ബൈബിൾ അങ്ങോട്ട് കൊടുത്തു. ബൈബിൾ വാങ്ങിച്ചിട്ട് കോപത്തോടെ ഇത് വലിച്ചെറിഞ്ഞിട്ട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, പൊക്കോണം, നിന്നെ ഒന്നിനെയും എൻ്റെ കൺമുൻപിൽ കാണരുത്. പൊട്ടിത്തെറിച്ചപ്പോൾ ശാന്തനായി ആ സുവിശേഷകൻ അടുത്ത മുറിയിലേക്ക് പോയി. പുറത്തേക്ക് എന്തോ ആവശ്യത്തിന് പോയിട്ട് നാണു എന്ന ഈ സഹോദരൻ അകത്ത് കയറി വന്നപ്പോൾ കിടക്കുന്ന ബൈബിൾ എടുത്ത് ഒന്ന് തുറന്നു നോക്കി. ആ ബൈബിൾ തുറന്നപ്പോൾ തൻ്റെ ചങ്കിലുടക്കിയ വാക്യമെന്നറിയാമോ? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ചങ്കിലേക്ക് ചാട്ടുള്ളി പോലെ കയറിയ വചനം നെഞ്ചിൽ ഇടിച്ചു കയറുന്നത് പോലെ തോന്നി. നെഞ്ചോടടുപ്പിച്ച് ബൈബിൾ കെട്ടിപ്പിടിച്ച് കവിണ് കിടന്ന് കരഞ്ഞു. രക്ഷാനിർണയം പ്രാപിച്ചു. ജയിൽ ചുമതലക്കാരോട് താൻ ആവശ്യപ്പെട്ടു, എനിക്ക് 3 കാര്യങ്ങൾ സാധിച്ചു തരണം. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആ സുവിശേഷകനെ സ്ഥലത്ത് കൊണ്ടുവരണം. എനിക്ക് വിശ്വാസ സ്നാനം സ്വീകരിക്കണം. എനിക്ക് വിശുദ്ധ മേശയിൽ പങ്കുകൊള്ളണം. എൻ്റെ കണ്ണുകൾ മരണാനന്തരം അന്ധനായ ഒരുവന് ദാനം ചെയ്യണം. എന്തിന്? ഇനിയും ഞാൻ പറയാൻ പോകുന്നത് മരണത്തിൻ്റെ ഭീകരയാതയായ 2ാം മരണത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടവൻ്റെ ധൈര്യമാണ്. സ്തോത്രം. അന്ന് രാവിലെ നടന്ന ജയിൽ രംഗം ജയിൽ ചുമതലക്കാർ പറയുന്നു, തലേ രാത്രിയിൽ ഇങ്ങനെയുള്ള ആളുകൾ ഉറങ്ങാറില്ല. പക്ഷേ നാണു ശാന്തമായി ഉറങ്ങി. തുറന്ന ബൈബിൾ നെഞ്ചിൽ വെച്ച് വായിച്ചു. അത് കഴിഞ്ഞ് നെഞ്ചിനോട് ചേർത്ത് ബൈബിൾ വെച്ചുകൊണ്ട് രാത്രി ഗാഠമായി ഉറങ്ങി. രാവിലെ പോലീസുകാർ വിളിച്ചുണർത്തുകയായിരുന്നു.
ഒടുവിൽ കുളിച്ചൊരുങ്ങി ഡോക്ടേഴ്സ് ചെക്കപ്പ് കഴിഞ്ഞ് തീരെ ചുവടുകളോടെ കുലക്കയറിൻ്റെ അടുക്കലെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് പ്രാർത്ഥിക്കാൻ സമയം അനുവദിക്കണം. മുട്ടുകുത്തി 2 കൈകളും ഉയർത്തിപ്പിടിച്ച് പ്ലാറ്റ്ഫോമിൻ്റെ മുൻപിൽ നിന്ന് ഈ മനുഷ്യൻ പ്രാർത്ഥിച്ച വാചകങ്ങൾ: നസ്രയനായ യേശുവേ, എൻ്റെ പാപക്കറകളെ കഴുകിക്കളഞ്ഞ് എന്നെ നിത്യതയ്ക്കോഹരിയാക്കിയ അങ്ങയുടെ രക്തത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇത്രയും ദിവസങ്ങൾ എൻ്റെ ആത്മക്കണ്ണുകൾ കൊണ്ട് കണ്ട അങ്ങയെ ഞാൻ ഇനിയും നേരിട്ട് കാണാൻ എത്രയും വേഗം അങ്ങയുടെ സന്നിധിയിൽ വരികയാണ്. എനിക്കെതിരെ വിധി പുറപ്പെടുവിച്ച ജഡ്ജിയെയും എന്നെ അറസ്റ്റ് ചെയ്ത പോലീസുകാരെയും അനുഗ്രഹിക്കണമേ. എന്നെ കഴുകി വിശുദ്ധനാക്കിയത് കൊണ്ട് സ്തോത്രം. യേശുവേ നന്ദി. എൻ്റെ പ്രാണനെ നിന്റെ കരങ്ങളിൽ കൈമാറുന്നു. നാണുവിൻ്റെ കഴുത്തിൽ കയറുമുറുകി സ്തോത്രം. ജഡം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. മരണത്തെ പാട്ടോടെ അഭിമുഖീകരിക്കാൻ ഈ കൊടിയ പാപിയെ കഴുകിയ രക്തത്തിൻ്റെ ശക്തി നിന്റെ മേൽ വരാൻ തുടങ്ങുന്ന ന്യായവിധിയുടെ കോടാലി അഴിച്ചുമാറ്റി നിന്നെ നിത്യതയ്ക്ക് അർഹനാക്കാൻ ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ വാദിക്കുകയാണ്. ആ 2 കൈകളും ഒന്ന് ഉയർത്തിപ്പിടിച്ച് ശബ്ദമുയർത്തി യേശുവേ എന്നൊന്ന് പറയാൻ കഴിയുമോ? സഹോദര, നിന്റെ മേൽ വരാൻ തുടങ്ങുന്ന ന്യായവിധിയുടെ കോടാലിയെ വെട്ടിമാറ്റാൻ കഴിവുള്ള യേശുവിൻ്റെ കരം നിന്റെ വസ്ത്രത്തേക്കാൾ നിന്റെ അടുക്കൽ നിൽക്കുന്നുണ്ട്. 2 കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദമുയർത്തി എത്രത്തോളം വാ തുറന്ന് ലജ്ജ കൂടാതെ യേശുവേ എന്ന് വിളിക്കാമോ അത്രത്തോളം വാ തുറന്ന് ലജ്ജ കൂടാതെ യേശുവേ എന്നൊന്ന് വിളിച്ചാട്ടെ. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. ഇന്ന് രാത്രി ചില വ്യക്തികളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏറ്റവും ഗൗരവത്തോടെ പറഞ്ഞു തുടങ്ങുകയാണ്. ചില മുന്നറിയിപ്പുകൾ ശരീരത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ചില ലക്ഷണങ്ങൾ ആളത്വത്തിൽ വെളിപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. തലയ്ക്ക് മുകളിൽ ചില രംഗങ്ങൾ പ്രത്യക്ഷമായി ആരംഭിച്ചിട്ടുണ്ട്. ചില പ്രവചന ദൂതുകൾ നെഗറ്റീവായി ഉയർന്നു വരുന്നുണ്ട്. ന്യായവിധിയുടെ കോടാലി നിന്റെ ജീവനെ കാത്തിരിപ്പുണ്ട്. എന്നാൽ അതിനെ പിടിച്ചു മാറ്റാൻ കഴിവുള്ള ഒരു ബലിഷ്ഠകരം ഈ കൺവെൻഷൻ്റെ ഒടുവിലത്തെ രാത്രി വിശ്വസിക്കുന്ന ചില വ്യക്തികൾക്ക് വേണ്ടി ഈ ബലത്തോടെ ഗ്രൗണ്ടിൽ ചലിക്കുന്നുണ്ട്. അനർത്ഥദൂതൻ്റെ കരങ്ങൾ നിന്റെ മേൽ വരാൻ, ന്യായവിധിയുടെ തണുത്ത ദിവസങ്ങൾ നിന്റെ മേൽ വരാൻ, കുടുംബത്തിൽ ഉയരാൻ തുടങ്ങുന്ന അനർത്ഥത്തിൻ്റെ കെട്ടിനെ അഴിച്ചുവിടാൻ യേശുവിൻ്റെ കരം ഇന്ന് രാത്രി ബലത്തോടെ ഉയരുമ്പോൾ ഈ രാത്രി ലജ്ജ കൂടാതെ അടുത്ത് നിൽക്കുന്നയാൾ കണ്ടാലും കണ്ടില്ലെങ്കിലും എൻ്റെ കരമുയർത്തി ഞാൻ വിളിക്കുകയാണെന്ന് പറഞ്ഞ് എത്രത്തോളം ശബ്ദമുയർത്തി യേശുവേ എന്ന് വിളിക്കാമോ അത്രത്തോളം ശബ്ദമുയർത്തി യേശുവേ എന്ന് വിളിച്ചു തുടങ്ങുമെങ്കിൽ ഈ രാത്രി ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തോടെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. എൻ്റെ പിൻപിലിരിക്കുന്ന ദൈവദാസന്മാർ ആത്മാവിൽ പോരാടി പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. എൻ്റെ ഇടത്തും വലത്തുമുള്ള അഭിഷിക്തന്മാർ അന്യഭാഷയിൽ പോരാടി പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഈ ഗ്രൗണ്ടിന് ചുറ്റും ദൈവത്തിൻ്റെ കാവൽ മാലാഖമാർ, തൻ്റെ ദൂതന്മാർ ഈ രാത്രി ഇറങ്ങി വന്നിട്ടുണ്ട്. സ്തോത്രം ചെയ്ത് തുടങ്ങിക്കാട്ടെ. രക്തത്താൽ ജയം. നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത വിധത്തിൽ, നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത വിധത്തിൽ, നമ്മുടെ മാംസ കണ്ണുകൾ കളന്ന് കുറിക്കാൻ കഴിയാത്ത വിധത്തിൽ ചില വ്യക്തികളുടെ ശരീരത്തിന്മേൽ ആധിപത്യം പുലർത്തുന്ന ബന്ധനങ്ങളെ ഈ രാത്രി അഴിച്ചുവിട്ട് ചില പ്രിയപ്പെട്ടവരുടെ മേൽ മരണത്തിൻ്റെ കരങ്ങളെ തടുത്തു മാറ്റി വിടുതൽ പകരാൻ യേശുവിൻ്റെ കരം ബലത്തോടെ വ്യാപരിക്കുന്നുണ്ട്. അഭിഷിക്തന്മാർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവമക്കൾ ഈ രാത്രി കരങ്ങൾ ഉയർത്തി ലജ്ജ കൂടാതെ വാ തുറന്ന് 2 കൈകളും ഉയർത്തി യേശുവേ എന്ന് വിളിക്കണം. യേശുവേ എന്ന് വിളിക്കണം. യേശുവേ എന്ന് വിളിക്കണം. ലജ്ജ വേണ്ട. ശബ്ദമുയരട്ടെ, 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 ശബ്ദമുയരട്ടെ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. സുന്ദരമെന്ന ദേവാലയ ഗോപുരവാതിക്കൽ മുടന്തനായിരുന്നവൻ്റെ ശരീരത്തിൽ വ്യാപരിച്ച അമ്മയുടെ ഗർഭം മുതൽ ഉള്ള മുടന്താവസ്ഥ അവൻ്റെ കാലുകളുടെ കശേരികകളെ തകർത്ത് അവൻ്റെ നട്ടെല്ലിൻ്റെ ബന്ധനങ്ങളാക്കി ആധിപത്യം പുലർത്തുമ്പോൾ വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു, യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ വേളയിൽ അവൻ്റെ കർണപുടങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന ജീവൻ്റെ വചനം അവൻ്റെ ആന്തരിക അവയവങ്ങളിലൂടെ യാത്ര ചെയ്ത് അവൻ്റെ
കാലുകളുടെ കശേരികകളെ ബന്ധിച്ച് അവൻ്റെ സ്പൈനൽ കോഡിനെ തകർത്ത് വെച്ച രക്തധമനികളുടെ ഭ്രമണപഥങ്ങളെ പ്ലാൻ ചെയ്ത് വിടുവിച്ചെടുക്കാൻ യേശുവിൻ്റെ കരം അവിടെ വ്യാപരിച്ചെങ്കിൽ ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും പുറകിൽ വഴിവക്കിൽ നിൽക്കുന്നവർ മുതൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്നവർ വരെ പ്രാർത്ഥനയിൽ ജാഗരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി യേശുവിൻ്റെ കരം ബലത്തോടെ ചലിക്കുകയാണ്. ആത്മാവിൽ ആരാധിക്കുന്ന ഒരുപറ്റം ദൈവമക്കൾ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ദൈവത്തിന് മഹത്വം. ചുവരോട് ചേർന്ന് കിടന്ന് കരയുന്ന ഹിസ്കിയാവിൻ്റെ കണ്ണുനീരിന് മുൻപിൽ ആഹാസിൻ്റെ ഘടികാരത്തെ തിരിച്ചു കറക്കിക്കൊണ്ട് ഭൂഗോളത്തിൻ്റെ ഗതിയെ നിയന്ത്രിച്ച് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്ത ദൈവമാണ് നാം ഇന്ന് രാത്രി ആരാധിക്കുന്ന ദൈവമെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ജയം. ഇത്രയും ദൈവമക്കൾ ആത്മാവിൽ പോരാടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി ചില വ്യക്തികളുടെ ശരീരത്തിൽ ആഴത്തിൽ ക്രിയ നടത്തുന്ന രാത്രിയാണ്. എന്നെ പ്രിയപ്പെട്ടവരുടെ മേൽ ആധിപത്യം പുലർത്തുന്ന ആ കോടാലിയുടെ പ്രവർത്തനത്തെ ഈ രാത്രി റദ്ദാക്കിക്കൊണ്ട് ചില ജീവനുകൾക്ക് വിടുതലിന്റെ തുടക്കം കുറിപ്പാൻ യേശുവിൻ്റെ കരം ചലിക്കുന്നു. ആ രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടെന്ന് എഴുന്നേറ്റാട്ടെ. അവരെ ആരെയും ശ്രദ്ധിക്കണ്ട, മറ്റുള്ളവരെ ആരെയും നോക്കണ്ട. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലജ്ജ കൂടാതെ വിളിക്കുക, യേശുവേ എന്ന് വിളിക്കുക. ഈ അത്തി പദവിയുള്ള അത്തിയാണ്, ഈ അത്തി സ്ഥാനമുള്ള അത്തിയാണ്, ഈ അത്തി ഉടമസ്ഥനുള്ള അത്തിയാണ്, ഈ അത്തി ഉത്തരവാദിത്വമുള്ള അത്തിയാണ്, ഈ അത്തിക്ക് ആയുസ് നിർണയിച്ച അത്തിയാണ്, ഈ അത്തിയുടെ മേൽ കോടാലി വീഴാൻ കാത്തു നിൽക്കുന്ന അത്തിയാണ്. ചില വ്യക്തികൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ദൈവാത്മാവ് പറയുന്നു, നീ ഇന്ന് നിൽക്കുന്നത് നിർണായകമായ സമയത്താണ്. അനർത്ഥത്തിൻ്റെ കരങ്ങൾ ജീവൻ്റെ മേൽ പതിക്കാൻ അത്തിയുടെ മേൽ കോടാലി വീഴുന്നത് പോലെ ആധിപത്യങ്ങൾ കാത്തു നിൽക്കുമ്പോൾ ആ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആശ്രയത്തിനായി യേശുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ആ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ച് ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചു പറ, യേശുവേ ഇന്ന് രാത്രി ഞാൻ കൂടാതെ ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് വരികയാണ്. എനിക്കിന്ന് രാത്രി വിടുതൽ വേണം. പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ദൈവത്തിന് മഹത്വം. തലയിൽ മുൾമുടി അണിഞ്ഞവനായി, മുഖത്തെ രോമങ്ങൾ വലിച്ചു പറിക്കപ്പെട്ടവനായി, വിലാവ് കുത്തിപ്പിളർക്കപ്പെട്ടവനായി, ആബാധ ചൂടം ചുടുനനമൊഴുക്കിക്കൊണ്ട് അർത്ഥപ്രാണനായി അർത്ഥനഗ്നനായി ഒരടി അടിച്ചാൽ തൊലിയുരിയുന്ന, അടുത്തയടിയിൽ പച്ചമാംസം കിറുകിറപ്പറിയുന്ന അടിയേറ്റ് ക്രൂശിൽ പിടഞ്ഞു മരിച്ചു കിടക്കുന്ന ദൈവപുത്രന്റെ കാൽവറി മരണത്തെ ഈ രാത്രി ഈ പ്രതലത്തിൽ ഉയർത്തുമ്പോൾ ആ രണ്ട് കൈകളും ലജ്ജ കൂടാതെ ഉയർത്തിയിട്ട് പോരാ ആ രണ്ട് കൈകളും ലജ്ജ കൂടാതെ ഉയർത്തിയിട്ട് ആശ്രയത്തിനായി ക്രൂശിന്റെ ചുവട്ടിലേക്ക് ഓടിയടുക്കുന്ന നിലവിളിയോടെ നിൽക്കുന്ന നിൽപ്പിൽ ഇങ്ങനെ വിളിച്ചു പറയണം, യേശുവേ ഞാൻ ക്രൂശിന്റെ ചുവട്ടിലേക്ക് വരികയാണ്. എന്നെ കഴുകണമേ, ഇന്ന് രാത്രി എന്നെ കഴുകണമേ, ഈ രാത്രി എന്നെ കഴുകണമേ. ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് ജനിപ്പിച്ച് മരിച്ചു മൺമറഞ്ഞ സകലരുടെയും നാമങ്ങൾ അപ്പനും അമ്മയും ഒരുമിച്ച് ആലോചിച്ചിട്ട നാമമാണെങ്കിൽ ഞാൻ ഇന്ന് രാത്രി ഉയർത്തുന്ന രക്ഷയുടെ യേശുവെന്ന നാമം ജോസേഫും മറിയയും ആലോചിച്ചിട്ട നാമമല്ല, അത് ഈ മണ്ണിൽ ഉടലെടുത്ത നാമമല്ല, അത് വിണ്ണിൽ ഉടലെടുത്ത നാമമാണ്. അത് സകല മുഴങ്കാലും മടങ്ങുന്ന നാമമാണ്. ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശുവിൻ്റെ കൈകളിലേക്ക് ജീവനെ കൊടുക്കുമോ? ആ രണ്ട് കൈകളും ശാന്തമായി നെഞ്ചോടൊന്ന് ചേർത്ത് വെച്ചാട്ടെ. ഞാൻ കർത്താവേ ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് വരികയാണ്. എൻ്റെ മേൽ കോടാലി വീഴരുത്. ഞാൻ ക്രൂശിനെ ആലിംഗനം ചെയ്യുകയാണ്. ഞാൻ ക്രൂശിൻ്റെ ചുവട്ടിൽ വീഴുകയാണ്. ഞാനാണ് മരണയോഗ്യൻ. എനിക്ക് പകരം നീ മരിച്ചതിനാൽ എൻ്റെ ന്യായവിധി മാറ്റി. പാസ്റ്ററെ, ഈ ഗ്രൗണ്ടിൽ ഈ ദൂതിന് മുൻപിൽ ഞാൻ പ്രാർത്ഥനാ നിമജ്ഞനാകുന്നു. എനിക്ക് പ്രാർത്ഥന വേണം എന്നാഗ്രഹിക്കുന്നവർ ആ വലതുകരം ഉയർത്തിപ്പിടിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി അനേക കരങ്ങൾ ഇവിടെ ഉയർന്നിട്ടുണ്ട്. അടുത്ത ന്യായവിധിയുടെ വിധി, ആക്സിഡന്റ്, മാരക വിപത്ത് ആർക്കറിയാം?
ഏത് സമയവും പ്രതീക്ഷിക്കാത്ത അതിഥിയെ പോലെ അത് സംഭവിക്കും. മരണം യാഥാർത്ഥ്യമാണ്. സമയത്തിന് മാത്രമേ അല്പം മാറ്റമുള്ളൂ. എന്നാൽ ആ ന്യായവിധിയുടെ കോടാലി സമയത്തിന് മുൻപേ എൻ്റെ മേൽ പതിക്കരുത്. മാനസാന്തരത്തിന് ദൈവം അനുവദിച്ച കരുണയുടെ ദിവസത്തെ ഞാൻ വിവേചിക്കുന്നു. എനിക്ക് പ്രാർത്ഥന വേണം എന്ന് കൊതിക്കുന്ന ഈ കരങ്ങൾക്കായി ഈ ഗ്രൗണ്ടിൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. കർത്തൃദാസന്മാർ തങ്ങളുടെ കരങ്ങൾ ഈ നീട്ടിയ കരങ്ങൾക്ക് നേരെ ഉയർത്തിപ്പിടിച്ചാട്ടെ. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ നസ്രയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നുവെന്ന് അരുളി ചെയ്തവൻ്റെ നാമത്തിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ച് അവയെ കാൽവറിയിൽ പരാജയപ്പെടുത്തിയവൻ്റെ നാമത്തിൽ ഇന്നു രാത്രി നിന്റെ മക്കളായി ഞങ്ങൾ പ്രതിഷ്ഠയുടെ അടയാളമായി വിവിധ ഇടങ്ങളിലിരുന്ന് കരമുയർത്തിയ ഈ കരങ്ങളെ തേജസ്സിൻ്റെ കരങ്ങളിൽ കൈമാറുന്നു. യേശുവിൻ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ, പുരുഷാരത്തിന്റെ ആരവം പോലെ, തകർത്ത ഇടി മുഴക്കം പോലെ, സ്വർഗത്തിൽ കേട്ട ശബ്ദത്തോടെ ഇന്ന് രാത്രി കരങ്ങൾ ഒന്നുകൂടെ വീശി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കാട്ടെ. ഒരു പാട്ടുപാടി ദൈവത്തെ ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങുകയാണ് ഗായക സംഘം. അതിനു മുൻപ് ഈ സന്ദേശത്തിന് അവസാന കുത്തിടും മുൻപ് ഒന്ന് നിന്നാട്ടെ. ഈ സന്ദേശത്തിന് അവസാന കുത്തിടും മുൻപ് ഞാൻ ഇങ്ങനെ പറഞ്ഞു നിർത്തട്ടെ. ഇത് ഒരു സാധാരണ കൺവെൻഷൻ അല്ല. പുനരാഗമനം താമസിച്ചാൽ അടുത്ത വർഷത്തെ കൺവെൻഷനിലേക്ക് ഘടികാരം നീങ്ങുന്നതിന് മുമ്പ് ഈ സന്ദേശങ്ങൾ ഈ ലോകത്തോടല്ല, ഈ സമൂഹത്തിനുള്ള പ്രവചന ശബ്ദമായി വെളിപ്പെടും. കോടാലി വീഴുന്നതിന് മുൻപ് കരുണയുടെ ദിവസങ്ങളെ തിരിച്ചറിയുക. മറക്കരുത്. മാനസാന്തരത്തിന് ദൈവം അനുവദിച്ച കരുണയുടെ ദിവസങ്ങളെ വിസ്മരിക്കരുത്. അവസരമൊരുക്കിയതിന് നന്ദി പ്രകാശിപ്പിച്ച് വിരമിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. Praise the Lord. Hallelujah. Hallelujah. നമ്മുടെ കരങ്ങളെ അടിച്ചു പാടി നമ്മുടെ കർത്താവിൻ മഹത്വം കൊടുക്കാം. Praise the Lord. Hallelujah. Hallelujah. Praise the Lord. ഉറങ്ങിയിടുന്ന ശുദ്ധിമന്മാർ നഗരണനാദം കേൾക്കുന്ന മാത്രയിൽ മണ്ണിലുറങ്ങിയിടുന്ന നഗരണനാദം കേൾക്കുന്ന മാത്രയിൽ പെട്ടെന്നുയർത്തുവാനും ചേർന്നിടുമേ, പെട്ടെന്നുയർത്തുവാനും ചേർന്നിടുമേ. തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കുമവർ. തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കുമവർ. കർത്താവുതക്കം ദിനനാദത്തോടും പ്രധാന ദൈവ ദൂതശബ്ദത്തോടും, കർത്താവുതക്കം ദിനനാദത്തോടും പ്രധാന ദൈവ ദൂതശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. ഇവനോടി ഭൂതനെ പാർക്കും ശുദ്ധ രൂപാന്തരം പ്രാപിക്കുമാ നേരത്തിൽ. ഇവനോടി ഭൂതനെ പാർക്കും ശുദ്ധ രൂപാന്തരം പ്രാപിക്കുമാ നേരത്തിൽ. സ്വരത്തോടും അത്തോടും സ്വരത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ, സ്വർഗത്തിൽ
സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം അത്യാശക്തി എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം അത്യാശക്തി കുഞ്ഞാട്ടി കല്യാണ മകൾ ദിനത്തിൽ തന്റെ കാന്തയാകും വിശുദ്ധ സഭ കുഞ്ഞാട്ടി കല്യാണ മകൾ ദിനത്തിൽ തന്റെ കാന്തയാകും വിശുദ്ധ സഭ മണിയറയ്ക്കുള്ളിൽ കടന്നുവന്നാൽ മണിയറയ്ക്കുള്ളിൽ സന്തോഷത്തോടെ സന്തോഷം എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷമുണ്ടാവർക്ക് എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷമുണ്ടാവർക്ക് എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷമുണ്ടാവർക്ക് എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷമുണ്ടാവർക്ക്